So hi, hello, good evening, welcome back. So നമ്മൾ ഇന്നത്തെ അവസാനത്തെ ഡോപ്പയുടെ സെഷൻ കോമ്പി സെഷനിലേക്ക് എല്ലാവർക്കും എഗെയിൻ വെൽക്കം ബാക്ക്. സോ ഒരുപാട് പേര് ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നൊരു വലിയൊരു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ചുരുക്കം സമയം കൊണ്ട്, അതായത് ഒരു 1.5 മണിക്കൂറോ ഒരു മോസ്റ്റ് പ്രോബ്ലി ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും എന്നൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ ഒന്ന് പറയുക. ഓക്കെ, സോ കുറച്ച് പേര് ഹലോ ഒക്കെ പറയുന്നുണ്ട്. സോനു ഹലോ. ആൾക്കാരൊക്കെ എത്തിയോടാ? ആരുടെ ഒരു അനക്കൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഓക്കെ, സോ ഞാൻ വായിക്കാം. എന്തായാലും വി ആർ സ്റ്റാർട്ടിങ് വിത്ത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ബോധേഡ് ആവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ആക്ച്വലി എ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് വാട്ട് ഈസ് എ സിസ്റ്റം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു പോയിൻ്റ് മാസ് എന്നൊരു കൺസെപ്റ്റാണ്. ശരിയാണോ? നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാം എ പോയിൻ്റ് മാസ് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ എ പോയിൻ്റ് മാസ് ആക്സലറേറ്റ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ പോയിൻ്റ് മാസ് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് പോയിൻ്റ് മാസ് ആണ് എന്ത്? എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ക്ലിയർ ആണോ? ഫൈൻ. സോ സോനു കെയും ഓക്കെ, എല്ലാവരും വരുന്നുണ്ട്. അർച്ചന ഈസ് സെയിങ് ക്ലിയർ സർ. ഓക്കെ, ഹാപ്പി ടു ഹിയർ ദാറ്റ്. സോ കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റിയത്? ആരും ഇല്ല എന്ന് എല്ലാവരും ഉറക്കത്തിലൊക്കെയാണോ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്രൂപ്പ്സിൽ ഫ്രണ്ട്സ് ഒന്നും കയറിയിട്ടില്ലെങ്കിൽ അവരോടൊക്കെ കയറാൻ പറയാം. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേയ്സ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോയിൻ്റ് മാസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. സിസ്റ്റം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്നിൽ കൂടുതൽ പോയിൻ്റ് മാസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള അടുത്ത ചോദ്യമാണ്, സാറേ എന്താണ് ഈ റിജിഡ് ബോഡി? എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. A rigid body moves അല്ലെങ്കിൽ a rigid body rolls along a surface. What is a rigid body? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്? സോ ജസ്റ്റ് മേക്ക് ദിസ് ക്ലിയർ. റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പെർഫെക്റ്റ് ഒബ്ജക്റ്റ്. അതായത് ഒരു റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അതിനകത്ത് 2 പോയിൻ്റ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി. അങ്ങനെ നീ 2 പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിൻറ്റിനടുക്കുള്ള ഡിസ്റ്റൻസ് എത്ര ഫോഴ്സ് നീ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി സെയിം. സോ വാട്ട് ഈസ് എ റിജിഡ് ബോഡി? എ റിജിഡ് ബോഡി ഈസ് എ ബോഡി ഇൻ വിച്ച് ദ സ്പേസ് ബിറ്റ്വീൻ ദ 2 പാർട്ടിക്കിൾസ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഹൗ മച്ച് എവർ ഫോഴ്സ് യു അപ്ലൈ. അപ്പോൾ നീ എത്ര ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിച്ചോ, എത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഫൈൻ. സോ അഭിനന്ദ് ചോദിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണെന്ന്. സോ ദിസ് വൺ, അതായത് നമ്മുടെ റൊട്ടേഷണൽ മോഷൻ യൂഷ്വലി കൗണ്ട്സ് ബിറ്റ്വീൻ 2 to 3 ക്വസ്റ്റ്യൻസ് കേട്ടോ. 2 തൊട്ട് 3 ക്വസ്റ്റ്യൻസ് വരെയാണ് യൂഷ്വലി ഈ ഒരു ചാപ്റ്ററിന് വന്ന് കണ്ടിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഒന്ന് കുറഞ്ഞോ ഒന്ന് കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം എന്താ അറിയോ? എക്സാം ആയി കഴിഞ്ഞാൽ റൊട്ടേഷൻ നമുക്ക് ഒഴിവാക്കാം, 2 ക്വസ്റ്റ്യൻ അല്ലേ, 8 മാർക്കല്ലേ. പക്ഷേ നിങ്ങൾ റൊട്ടേഷൻ ഒന്ന് പഠിച്ച് നോക്കി നോക്ക്. ചിലപ്പോൾ അതിൽ നിന്ന് വരുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ചിലപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്ലാസ്സിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലേടാ നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ജസ്റ്റ് റിജിഡ് ബോഡി എന്താണെന്ന് പറഞ്ഞു, എന്താണ് പോയിൻ്റ് മാസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? സോ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഞാൻ എല്ലാ തവണയും കാണിക്കുന്ന പോലെ മൈൻഡ് മാപ്പ്. സോ മൈൻഡ് മാപ്പ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് വെൻ യു ഡു എ ഫിസിക്സ് ക്ലാസ്. അതായത് നിങ്ങൾ എപ്പോൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ വേണം നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത്. കാരണം ഇത് ഇന്ന് എഴുതി നാളെ മറക്കാനുള്ളതല്ല, അല്ലെങ്കിൽ നാളെ എടുത്ത് ഇന്ന് പഠിച്ചതുപോലെ വീണ്ടും 6-7 മണിക്കൂറോ പഠിക്കാനുള്ളതല്ല ഫിസിക്സ്. ഒരു തവണ പഠിക്കുക, അത് വൃത്തിക്ക് പഠിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കൺസെപ്റ്റ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 10 മണിക്കൂർ വേണം റൊട്ടേഷൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ നീറ്റ് ശരിയാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും കുറച്ച് ഐഡിയാസ് ആണ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ബൈ ദ ടൈം യു റീച്ച് ദ എൻഡ് യു മസ്റ്റ് ഹാവ് ഗോട്ട് ഈ ഒരു ചാപ്റ്ററിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, വ്യൂസ് ഇറ്റ്സ് 122. ഓക്കെ, ഐ ക്യാൻ ഹാപ്പി ടു സീ ദോസ്. ഓക്കെ ഫൈൻ. അപ്പോൾ 70 പേര് കാണുന്നുണ്ട്. സോ എല്ലാവരും ആക്റ്റീവ് ആവുക കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. സോ വാട്ട് ഈസ് എ സെൻറ്റർ ഓഫ് മാസ്? എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഒരു പെണ്ണെടുക്കുക, ഒരു പെണ്ണ് എന്ത് ചെയ്യുക, നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് ബാലൻസ് ഓൺ ഇറ്റ് സെൽഫ് അല്ലേ. ഒരു പോയിന്റിൽ വെച്ച് എത്രയോ വലിയൊരു ഒബ്ജക്റ്റിനെ നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് മാസും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ നമുക്ക് തോന്നും. ആ തോന്നൽ ഇല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ നീ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോയിന്റ് ആണ്. ഒരുപാട് പേര് പറയാറുണ്ട് സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞാൽ ഒരു വെയിറ്റ് ആണ്. അങ്ങനെയല്ല. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ എവിടെയാണോ നമ്മുടെ വെയിറ്റ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആ പോയിന്റിനെ നീ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. കിട്ടിയോടാ? സോ ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ സെൻറ്റർ ഓഫ് മാസ്. കിട്ടിയോ? ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നത്, സോ അതിനൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനൊരു വെക്റ്റർ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിനൊരു പൊസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്? എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ മൈൻഡ് മാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ആക്കുമോ? ഏതിൻ്റെ മൈൻഡ് മാപ്പാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഐ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ്. നല്ല മൈൻഡ് മാപ്സ് കിട്ടുകയാണെങ്കിൽ ചിലത് ഞാൻ ഉണ്ടാക്കിയതുണ്ട്, ചിലത് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്ത മൈൻഡ് മാപ്സ് ഉണ്ട്. ഐ ജസ്റ്റ് ഫോർവേഡ് ഇറ്റ് ടു യു. അതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. സോ വാട്ട് ഡു യു മീൻ ബൈ സെൻറ്റർ ഓഫ് മാസ്? എന്താണ് അതിൻ്റെ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് ഹെഡിങ് എഴുതുക. ഞാൻ എഴുതുന്ന ഇക്വേഷൻ മാത്രം നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞൊരു പൊസിഷനാണ്. സോ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതുക, സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to I വേരിയിങ് ഫ്രം n. ഇതെന്താ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ഞാനിത് എഴുതി തരുന്നത് എന്താ അറിയോ, ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഇതേപോലെ സിഗ്മ രൂപത്തിലുള്ള ഇക്വേഷൻസ്. അതുകൊണ്ട് ഇക്വേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് MI RI ഡിവൈഡഡ് ബൈ സിഗ്മ I വേരിയിങ് ഫ്രം 1 to n MI. ഇങ്ങനെയാണ് എന്തുള്ളത്, നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയുന്ന കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മളൊരു സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക? ശ്രദ്ധിച്ചേ, നമ്മളൊരു റിജിഡ് ബോഡി എടുക്കുകയാണ്. ആ റിജിഡ് ബോഡിക്ക് 2 പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് A ആണ്, രണ്ടാമത്തെ പോയിൻ്റ് B ആണ്. ഓക്കെ, ഇതിൻ്റെത് x1 y1, ഇതിൻ്റെത് x2 y2. ഓക്കെ, ഇതിൻ്റെ മാസ് m1 ആണ്, ഇതിൻ്റെ മാസ് m2 ആണ്. പറഞ്ഞേടാ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? സോ വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ അതിനൊരു x കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു y കോർഡിനേറ്റ് ഉണ്ടാവും. സോ ദിസ് വിൽ ബി m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതായിരിക്കും അതിൻ്റെ x കോർഡിനേറ്റ്. വാട്ട് വിൽ ബി ഇറ്റ്സ് y കോർഡിനേറ്റ്? m1 y1 പ്ലസ് m2 y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതായിരിക്കും അതിൻ്റെ y കോർഡിനേറ്റ്. ഇത് x കോർഡിനേറ്റ്. ഇതായിരിക്കും എന്ത്, ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളത് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ നീറ്റ് ബേസ്ഡ് ആണ്. ഓഫ് കോഴ്സ് ദിസ് ഇസ് നീറ്റ് ബേസ്ഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡെറിവേഷൻസ് ഉണ്ടാവില്ല. ലെറ്റ് മീ മേക്ക് ദിസ് ക്ലിയർ. ഡെറിവേഷൻസ് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് കൺസെപ്റ്റ് ആണെങ്കിൽ യു ക്യാൻ സ്റ്റേ ഹിയർ. ഐ പ്രോമിസ് യു ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. സോ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഒരു 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെയും ഡയറക്റ്റ് കുറച്ച് ഫോർമുലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. ഇൻ കേസ് അതേപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് ആ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് 2 പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒറിജിനൽ ആണെങ്കിലോ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒറിജിനൽ ആണെങ്കിൽ എന്താ പറ്റുക? ശ്രദ്ധിച്ചേ, എന്താണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ? m1r1 പ്ലസ് m2r2 ആണ്. ശരിയാണോ? m1r1 പ്ലസ് m2r2 ആണ്. ഇതെന്തായിരിക്കും? ഇത് ഒറിജിനൽ ആണെങ്കിൽ 0 ആയിരിക്കും ഉണ്ടാവുക. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? സോ r2 എന്ന് പറയുന്നത് എത്ര വരിക പറഞ്ഞേ? സോ അതിന് മുന്നേ നമുക്ക് എന്താ എഴുതാം? m1r1 is equal to minus m2r2. ശരിയാണോടാ? മൈനസ് m2r2. ഓർ വാട്ട് ഇസ് r2 is equal to? r2 is equal to minus m1r1 by
m2 കിട്ടിയോ? സോ വാട്ട് ഇസ് R2 is equal to മൈനസ് m1 R1 by m2. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും സാർ എങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതിയത്? ഈ ഇക്വേഷൻ എന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. അതായത് ഇവരെന്താ ചെയ്യാമെന്നറിയോ? ഇവർ നമ്മൾ 2 പോയിൻ്റ് എടുക്കും. എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കും, ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് 2 പോയിൻ്റാണ് നമ്മുടെ റിജിഡ് ബോഡിയുടെ ഉള്ളിലുള്ളത്, ശരിയാണോ? എന്നിട്ട് എന്ത് ചെയ്യും അറിയോ? ആദ്യം ഇവർ ഇത് ഒറിജിനൽ ആണെന്നങ്ങ് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് സെൻറ്റർ ഓഫ് മാസ് ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കും. അതായത് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതുപോലെ ബി വെച്ചിട്ട് എൻ്റെയും കണ്ടുപിടിക്കും. നിങ്ങൾ അത്ര ഡെപ്തിലേക്ക് പോകണ്ട. ഓൾ യു ഹാവ് ടു നോ ഇസ് ഇത് സെൻറ്റർ ഓഫ് മാസ് ഒറിജിനൽ ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ റിലേഷൻ എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഫൈൻ. നീറ്റ് ബേസ്ഡ് ആണോ അതോ 11th റിവിഷൻ ആണോ? 11th റിവിഷൻ അല്ലടാ, 11th റിവിഷൻ സെപ്പറേറ്റ് ഉണ്ട്. ദിസ് ഇസ് ജസ്റ്റ് പ്യുവർലി നീറ്റ് ബേസ്ഡ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് വാട്ട് ഇസ് ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്? സോ എന്താണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് പറയുന്നത്? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് VCM is equal to m1 v1 plus m2 v2 divided by m1 plus m2. അപ്പോൾ ഇങ്ങനെ തരിക 2 masses of weight 20 kilogram, 40 kilogram is moving at 20 meter per second, 30 meter per second respectively. Find the velocity of the center of mass. m1 തന്നിട്ടുണ്ട്, m2 തന്നിട്ടുണ്ട്, 2 വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആക്സിലറേഷൻ? എന്താണ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ആക്സിലറേഷൻ? ACM is equal to, പറഞ്ഞു, വാട്ട് ഈസ് ആക്സിലറേഷൻ is equal to m1a1 plus m2a2 divided by m1 plus m2. കിട്ടിയോടാ? So this is the acceleration of the center of mass. So what is acceleration of center of mass? ACM is equal to m1a1 plus m2a2 divides m1 plus m2. കിട്ടിയോടാ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് പറഞ്ഞു, റിജിഡ് ബോഡി എന്താണെന്ന് പറഞ്ഞു. നമ്മളിതുവരെ കറക്കി തുടങ്ങിയിട്ടില്ല. റൊട്ടേഷൻ ഇസ് ഓൾ അബൌട്ട് കറക്കലിംഗ്. ബട്ട് നമ്മളിപ്പോൾ കറക്കി തുടങ്ങിയോ? ഇല്ല, നമ്മൾ കറക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം സെൻറ്റർ ഓഫ് മാസ് എന്താ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ. ഇനി അടുത്തത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്. അതായത് ഒരു വലിയൊരു മാസ് ഉണ്ട്, അതായത് ഒരു വലിയൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ മാസ് m ആണ്. ഓർത്ത് വെച്ചോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കാണും. ഒരു വലിയൊരു മാസ് ഉണ്ട്, അതിൻ്റെ മാസ് m ആണ്. അതിൽ നിന്ന് നിങ്ങൾ ചെറിയൊരു മാസ് m പറഞ്ഞ മാസ് ഇതിന്ന് പൊട്ടിച്ചെടുത്തു, ആ ഭാഗം നീക്കി. ഇപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, ഒരു ഹോളോ ഭാഗമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് അവർ സ്ഥിരമായിട്ട് ചോദിക്കും. നിങ്ങളും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് CM is equal, അല്ലെങ്കിൽ CM എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ M x മൈനസ് സ്മോൾ ലെറ്റർ m y ഡിവൈഡഡ് ബൈ m മൈനസ് m. അപ്പോൾ നിങ്ങൾ അപ്പോൾ ചോദിക്കും, സർ എന്താണ് എക്സ്, അതുപോലെ തന്നെ എന്താണ് വൈ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്, അതായത് സെൻറ്റർ ഓഫ് മാസ് ഉണ്ടായിരുന്ന ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, അതൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വെക്റ്റർ കോർഡിനേറ്റ് ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് ആണ് എന്ത്, എക്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് വൈ? എന്താണ് വൈ എന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ഈ മൂവ് ചെയ്ത മാസ് ഉണ്ടല്ലോ അതിലേക്കുള്ള ദൂരമാണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, വൈ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. എന്താണ് ആരും ഒരു റിപ്ലൈ ഒന്നും പറയുന്നല്ലോ? വാട്ട് ഹാപ്പൻഡ്? എല്ലാവർക്കും നല്ല ഉറക്കത്തിലോ ക്ഷീണത്തിലാണോ? എന്ത് പറ്റിയടാ? കുട്ടികളാരും ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? മനസ്സിലായ ഒക്കെ ഒരു ഹായിട്ട് തംസപ്പ് ഇട്ടേ നോക്കട്ടെ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് വാട്ട്? ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി എന്താണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച എന്താ, ഒരു ടോട്ടൽ ഒബ്ജക്റ്റിന് നമ്മൾ ചെറിയൊരു മാസ് എടുത്ത് മാറ്റുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദി ഓവറോൾ ദിസ് വൺ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞാൻ ഇത്തവണ ഡിസൈഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നിങ്ങൾ നോർമലി കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതല്ലാണ്ട് എറ്റിപ്പിക്കലായി അതായത് നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും റൊട്ടേഷൻ ഇസ് ആക്ച്വലി എ റിലേറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റർ. അത് നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ ടു ബി പ്രിസൈസ്. ഇത് എല്ലാ സാധനന്മാരും തള്ളുന്ന പോലെ തള്ളുന്നതല്ല. ദിസ് ഇസ് ആക്ച്വലി എ ഫാക്ട് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദിസ് ഓൾസോ. അപ്പോൾ നമുക്കെല്ലാം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസോ APMTയുടെ ക്വസ്റ്റ്യൻസോ എടുത്ത് ചെയ്യാം. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ റൊട്ടേഷനിലൊന്നും IITയുടെയോ JEEയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് സോൾവ് ചെയ്യരുത്. കാരണം വെറുതെ അതിൻ്റെ ടൈം കളയരുത്. ശരിയാണ്, നിങ്ങൾക്ക് അത്രയും കൂടുതൽ കൺസെപ്റ്റ്സ് കിട്ടും. പക്ഷേ നീറ്റ് എന്ന് പറയുന്നത് ആ ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ 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 സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, 720 695 ഒക്കെ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ ഫസ്റ്റൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്താടാ, എക്സാം എളുപ്പമാണ്. അപ്പോൾ ഇതിലാകെ നിങ്ങൾക്ക് വേണ്ടത് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ്, അത് തെറ്റിക്കാണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേടാ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ളൊരു തുടക്കം മാത്രമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. എന്താണ്? 2 particles of mass 5 kg and 10 kg respectively are attached to 2 ends of a rigid rod of length 1 meter with negligible mass. Okay, the center of mass of the system from the 5 kg particle is nearly at a distance of. ഓക്കെ, അപ്പോൾ അതിൽ ആരാണ്? നിങ്ങൾക്ക് ഉത്തരങ്ങൾ ആരെങ്കിലും വേഗം ചെയ്തു തുടങ്ങാം, ഇല്ലെങ്കിൽ സാറിൻ്റെ കൂടെ കൂടാം. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ 2 മാസ് ഉണ്ട് അല്ലേ, ഒരു 5 കിലോഗ്രാമിൻ്റെ മാസ് ഉണ്ട്, ഒരു 10 കിലോഗ്രാമിൻ്റെ മാസ് ഉണ്ട്. ഇവർ രണ്ടും എന്ത് ചെയ്യുക, ഒരു റിജിഡ് റോഡിലേക്ക് അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡിലും. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ശരിയാണല്ലോ, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം, ഈ 5 കിലോഗ്രാം എന്ന് എത്ര ദൂരം മാറിയാണ് ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 5 കിലോഗ്രാമിൽ നിന്ന് എത്ര ദൂരം മാറിയിട്ടാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇത് നിങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. അതായത് സെൻറ്റർ ഓഫ് മാസ് എവിടെ എന്ന് ചോദിക്കാണ്ട് ഒരു പെർട്ടിക്കുലർ മാസിൽ നിന്ന് എത്ര ദൂരം. ഇതെങ്ങനെ ചെയ്യാമെന്നറിയോ? നിങ്ങൾ എടുക്കേണ്ട കാര്യം, ഏത് മാസാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അതായത് ഏത് മാസിൽ നിന്നാണോ നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതിനെ നിങ്ങൾ ഒറിജിനായിട്ട് അങ്ങ് എടുക്കുക. സോ ദാറ്റ് ഈസ് ഒറിജിൻ. അതായത് അവൻ്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും 0 ആണ്. ഓക്കെ, അതാലോചിക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒബ്ജക്റ്റ് ആണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ ഇതൊരു 1 ഡയമെൻഷൻ സ്റ്റഡി ആയിട്ട് വിചാരിച്ചാൽ, ഒരു 2 ഡയമെൻഷൻ സ്റ്റഡി ആയിട്ട് വിചാരിച്ചാൽ മതി. അതായത് X ആക്സിസ് മാത്രം ഉള്ളൊരു സ്റ്റഡി ആയിട്ട് പറഞ്ഞത്. കാരണം Y കോർഡിനേറ്റ് ഒന്നും തന്നിട്ടില്ല, ആകെ തന്നിട്ടുള്ളത് ഒരു 1 മീറ്ററിൻ്റെ കാര്യമാണ്. അത് X കോർഡിനേറ്റിലായിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റി? ഇപ്പോൾ 2 മാസ് ഉണ്ട്. വാട്ട് ഇസ് M1 is equal to? M1 is equal to 5 കിലോഗ്രാം. ശരിയാണോ? M1 is equal to 5 കിലോഗ്രാം. ആൻഡ് വാട്ട് ഇസ് M2 is equal to? M2 is equal to 10 കിലോഗ്രാം. കിട്ടിയാണോ? M2 is equal to 10 കിലോഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് X1 is equal to? X1 X2 കൂടെ കിട്ടിയ ഉത്തരമായി. X1 എത്ര? ഞാൻ പറഞ്ഞു X1 എന്ന് പറയുന്നത് 5 കിലോഗ്രാം ഇരിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കിലോഗ്രാം ഒറിജിനൽ ഇരിക്കുന്നതായിട്ട് എടുക്കണം. അപ്പോൾ അത് 0യിലാണ് ഇരിക്കുന്നത്. ശരിയാണോടാ? സോ X1 is only 0. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ 10 കിലോഗ്രാമിലേക്കുള്ള ദൂരം എത്രയാണ് പറഞ്ഞേ? അത് 1 മീറ്റർ ആണ്. ഇവിടെ കറക്റ്റാണ്. ഇത് 0 ആണെങ്കിൽ ഇവിടുന്ന് 1 മീറ്റർ നീ സഞ്ചരിച്ചാൽ നീ എവിടെ എത്തും? 10 കിലോഗ്രാമിൻ്റെ അടുത്തെത്തും. ശരിയാണോ? സോ X2 എത്രയാ? X2 is 10. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു മെക്കാനിക്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഔട്ട് ദി തിങ്സ്. ഓരോ കാര്യങ്ങളും അത് എഴുതി വെക്കുക. ഇതിനധികം സമയമൊന്നും എടുക്കില്ല. നിങ്ങൾ ഒരിക്കലും തെറ്റിക്കുകയും ചെയ്യില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇനി നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് ഇറ്റ്? X is equal to M1 X1 plus M2 X2 divided by M1 plus M2. So this is 5 into what is X1? Parangeda, what is X1? X1 is 0. X1 is 0 plus M2 is 10 into X2 is equal to again 10. ശരിയാണല്ലോ? X2 is 1 meter അല്ല, നമുക്ക് മീറ്ററിൽ എടുക്കാം. 1 divided by M1 plus M2 10 plus 5. So this is 10 by 15. So 10 by 15 എന്ന് പറയുമ്പോൾ എത്രടാ? 2 3 അല്ലേ? സോ ദിസ് ഇസ് 2 by 3 എന്ന് പറയുമ്പോൾ 0.67 മീറ്റർ. 0.67 മീറ്റർ ഉത്തരമുണ്ടോ? ഇല്ല, പക്ഷേ സെൻറ്റിമീറ്ററിലാണ് ഉത്തരം. സോ വാട്ട് ഇസ് 0.67 മീറ്റർ? 0 into 100 ചെയ്താൽ 67 സെൻറ്റിമീറ്റർ. സോ ദി ആൻസർ ഇസ് സി. ആൻസർ ഇസ് സി. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ആൻസർ ഈസ് സി. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ചാപ്റ്റർ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്?
ഈ ചാപ്റ്റർ പഠിക്കേണ്ട ഓർഡറിൽ തന്നെയാണ് ഫഹ്മി ഫസൽ അല്ലേ, ഫഹ്മി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് പഠിച്ചു, സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് ഈ ഒരു ഓർഡർ ഞാൻ തരാം, അതേപോലെ പഠിച്ചാൽ മതി കേട്ടോ. ഒട്ടും കോംപ്ലിക്കേഷൻ വരാത്ത ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതങ്ങനെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സർ JE ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലത്തെ ചാപ്റ്റർ? ദാറ്റ് ഈസ് ആക്ച്വലി ഞാൻ പറയട്ടെടാ, ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഒരു 2 ഇപ്പോൾ ഞാനൊക്കെ നീറ്റ് ചെയ്ത് അറ്റംപ്റ്റഡ് നീറ്റ് ഇൻ 2018 2018 ഞാൻ നീറ്റ് ക്ലിയർ ചെയ്തത്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്താൽ മനസ്സിലാവും, ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് കൂടിയതും അത്യാവശ്യം ഒരു ബേസ് വേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സിനാരിയോ എക്സാംസ് ആർ ഈസി. ഞാൻ വീണ്ടും പറയുന്നു, എക്സാംസ് ഈസിയാണ്. നിങ്ങളെ ട്രബിൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ ട്രബിൾ ചെയ്യുന്നത് ആ മിനിമം സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു എല്ലാ ക്വസ്റ്റ്യനും ശരിയാക്കി കഴിഞ്ഞാൽ യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് എ സീറ്റ്. അപ്പോൾ എക്സാംസ് എളുപ്പമാകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് 550 മാർക്ക് 550 മാർക്സ് ഉണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് അഡ്മിഷൻ. 550. ഇപ്പോൾ അത് 640 പോലും കിട്ടുന്നില്ല. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ടൈറ്റായി എക്സാംസ്. ഞങ്ങളെ സംബന്ധിച്ച് ടഫ് ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് ശരിയായി എങ്ങനെയെങ്കിലും ഒരു 550 അടിക്കുക എന്നായിരുന്നു ലക്ഷ്യം. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല. നിങ്ങളോട് എല്ലാവരോടും, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറ്, ദ എയിം ഇസ് 680 മാർക്സ്. 680 മാർക്കോ പ്ലസ്. ദാറ്റ് ഈസ് ഫോർ ദി ഷുവർ ഷോട്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും വി ഹാവ് ടു ഗെറ്റ് അബോവ് 600. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും ആ ലെവലിലേക്ക് വരുമ്പോൾ മേ ബി 1 or 2 അപ്പോൾ നമ്മൾ സംസാരിക്കുന്നവർ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്ത് ചെയ്യുന്നത് ഭയങ്കര തല കറങ്ങിയ ഒരു JE ലെവൽ വരുന്നത്, വന്നോട്ടെ. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നീ 99 ചാപ്റ്ററും അങ്ങനെ പ്രിപ്പയർ ചെയ്യണോ? വേണ്ട, അത് മണ്ടത്തരമാണ്. ആ സമയം കൊണ്ട് നിനക്ക് ചിലപ്പോൾ 99 ചാപ്റ്ററും 15 തവണ റിവിഷൻ ചെയ്യാൻ പറ്റും ഒരു ചാപ്റ്റർ നീ അങ്ങനെ പഠിക്കുന്നുണ്ട്. കാരണം 1-2 ആഴ്ചയൊക്കെ എടുക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ഒരു JE ലെവലോ അഡ്വാൻസ് ലെവലൊക്കെ പഠിക്കാൻ വേണ്ടി. സോ അത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം, നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വേണം അങ്ങനത്തെ ഒരാളാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈം ബൗണ്ട് സമയത്ത് ദിസ് ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, എന്തായാലും ആൻസർ പറഞ്ഞ ആരാൾ? ആൻസർ ആകെ പറഞ്ഞിരിക്കുന്നത് ഷന ഷെറിനാണ്. C പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എ സിസ്റ്റം ഓഫ് 2 പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്നും ഇവിടെ എഴുതി വയ്ക്കാം. 2 പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ, 2 പാർട്ടിക്കിൾസ് ഉണ്ട്. One is M1, next is M2. So consider a system of 2 particles having masses M1 and M2. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇവിടെ എന്തായാലും ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. അതിൽ സംശയമുണ്ടോ? അതിൽ സംശയമില്ല. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പം പിന്നെന്താ, ഇഫ് ദ പാർട്ടിക്കിൾ ഓഫ് മാസ് M1 ഈസ് പുഷ്ഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് മാസ്, അതായത് ഈ M1നെ ഞാൻ ഇങ്ങോട്ട് നീക്കുകയാണ്. എത്ര നീക്കി? D ഡിസ്റ്റൻസ് നീക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ പുതിയ M1 ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് ഡിസ്റ്റൻസ് would be the particle M2 move so as to keep the center of mass of the particle at the original position? അവർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഇനി ഇപ്പം എൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ ഈ M1 ഇങ്ങോട്ട് നീങ്ങിയത് കൊണ്ട് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമോ? ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താ, അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് വെയിറ്റ് ഈക്വൽ ആയതുകൊണ്ടാണ് എന്ത് പറ്റിയത്, ഇത് ഇവിടെ തന്നെ നിൽക്കുന്നത്. സപ്പോസ് വാട്ട് ഹാപ്പൻസ്, ഈ സാധനം ചുരുങ്ങാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ഈ ഭാഗം എത്ര അധികം നീങ്ങണമെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സപ്പോസ് ഇതൊരു D ഡിസ്റ്റൻസ് നീങ്ങിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യിക്കുന്നത് ഒരു D2 ഡിസ്റ്റൻസ്. M2 ആൻഡ് D2 പറയാൻ എളുപ്പമാണല്ലോ. ഒരു D2 ഡിസ്റ്റൻസ് M2 എന്ത് ചെയ്യാണ്? ദൂരേക്ക് പോകും. അതായത് സെൻറ്റർ ഓഫ് മാസ് നിന്ന് അകന്ന് പോവാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് M2 മാസ് നിന്ന് ഇത് അകന്ന് പോകണം, അടുത്തേക്കല്ല, അകന്ന് ദൂരേക്ക് പോകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെൻറ്റർ ഓഫ് മാസ് ആ പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. ശരിയാണല്ലോ. അപ്പോൾ D2 വന്നു എന്ന് മനസ്സിലാക്കാം. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. ആൻസർ പറയുന്നത് ശരിയാണ് കേട്ടോ. സോ കുട്ടികളെല്ലാവരും ആക്റ്റീവായി തുടങ്ങിയല്ലോ. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിന് ഇക്വേഷൻ എത്രയാണ്? M1x1 പ്ലസ് M2x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. കിട്ടിയോടാ? ഇനി സെൻറ്റർ ഓഫ് മാസ് നീങ്ങുകയാണ്. പക്ഷേ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ്, അതായത് ഈ D ഡിസ്റ്റൻസ് നീങ്ങി, പക്ഷേ അതിൻ്റെ ഒപ്പം M2 പറഞ്ഞ ഒബ്ജക്റ്റ് ഒരു D2 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നീങ്ങിയത് വഴി നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മളോട് അതാണ് പറഞ്ഞത്, സെൻറ്റർ ഓഫ് മാസ് നീങ്ങാണ്ടിരിക്കണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് M2 നീക്കണം. അപ്പോൾ അങ്ങനെ നീക്കുമ്പോൾ എന്ത് പറ്റും? സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു
m1 ഇൻറ്റു ഇവിടെ ശ്രദ്ധിച്ചേടാ ഇവിടെ ആദ്യം നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് തൽക്കാലം x1 എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇത് x1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് x1 മൈനസ് ഡി എന്നായി. ശരിയാണല്ലോ? നേരത്തെ x1 ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ഡി ഡിസ്റ്റൻസ് കുറഞ്ഞ് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ശരിയാണല്ലോ? ആ ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് എത്രയാണ്? x1 മൈനസ് ഡി പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അതാണ് എഴുതിയിട്ടുള്ളത്. പ്ലസ് m2 ഇൻറ്റു ഇത് എത്രയാടാ? ഇത് ഓൾറെഡി ഇവിടെ എത്ര ഉണ്ടായിരുന്നു? x2 പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ശരിയാണോ? അതിൻ്റെ കൂടെ ഒരു d2 ഡിസ്റ്റൻസ് കൂടെ നീങ്ങി. അപ്പോൾ എത്ര കിട്ടിയത്? സോ ദാറ്റ് ഈസ് x2 പ്ലസ് d2 കിട്ടിയോ? ദാറ്റ് ഈസ് x2 പ്ലസ് d2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 കിട്ടിയോടാ? ഇനി എന്ത് ചെയ്യാം? ഈ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? കാരണം സെൻറ്റർ ഓഫ് മാസ് അത് തന്നെയാണ്. സോ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു, ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ, m1 x1 മൈനസ് m1 d പ്ലസ് m2 x2 പ്ലസ് m2 d2 ഡോൾ ഡിവൈഡ്സ് m1 പ്ലസ് m2 കിട്ടിയോ? ഇനി ഞാനെന്താ ചെയ്യുന്നത് അറിയോ? ഈ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ശ്രദ്ധിച്ചേ, ദിസ് ഇസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി എന്താണ് ബാക്കിയുള്ള? പ്ലസ് ഇവിടെ മൈനസ് m1 d ഉണ്ട്, മൈനസ് m1 d പ്ലസ് m2 d2 divided by m1 plus m2. So this is equal to what? m1 x1 plus m2 x2 divided by m1 plus m2. കിട്ടിയോടാ? ഞാൻ ക്യാമറയ്ക്ക് നോക്കാത്ത വേറെ ഒന്നുമല്ല, എഴുതി തെറ്റാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും വെട്ടിപ്പോയി. ശരിയാണോ? സോ അത് മൊത്തം 0 ആയിപ്പോയി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 is equal to minus m1 d plus m2 d2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതും ക്രോസ് ചെയ്യാം, അതും പോയി. അപ്പോൾ എന്ത് കിട്ടി? 0 ഇസ് ഈക്വൽ ടു മൈനസ് m1 d പ്ലസ് m2 d2. ഇനി ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് പ്ലസ് ആയി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? m2 d2 ഇസ് ഈക്വൽ ടു m1 d, അഥവാ d2 ആണ് നമുക്ക് കാണേണ്ട ഡിസ്റ്റൻസ്, മറക്കരുത്. d2 ഇസ് ഈക്വൽ ടു m1 ബൈ m2 ഇൻറ്റു d. So what is answer? d2 is equal to m1 by m2 into d. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക കേട്ടോ. അഭിനന്ദ് സർ വൺസ് മോർ പറയുമോ പ്ലീസ് എന്ന് വെച്ചിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യനാണ് പറയേണ്ടത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് ക്വസ്റ്റ്യനാണ് വേണ്ടതെന്ന്? ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. ഇതിന് ആൻസർ ആരാ പറഞ്ഞത്? നോക്കട്ടെ. ആരാ പറഞ്ഞേ? ഇതിന് ആൻസർ m1 ബൈ m2 ഇൻറ്റു ഡി. സോ m1 ബൈ m2 ഇൻറ്റു ഡി. ഇതാദ്യം പറഞ്ഞ ആരാ നോക്കട്ടെ? ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫാത്തിമത്ത് സഹറയാണ്. സോ സഹറ, കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് സെഡ് ദാറ്റ് റൈറ്റ്. ഓക്കെ, ഫൈൻ. മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പം എന്നോട് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞോളൂ. 2 persons of masses 55 kg and 65 kg respectively are at the opposite ends of a boat. ഒരു ബോട്ടുണ്ട്. ഈ ബോട്ടിൻ്റെ രണ്ടറ്റത്തായി 2 ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് 55 കിലോഗ്രാമാണ്, ഇത് 65 കിലോഗ്രാമാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ദ ലെങ്ത് ഓഫ് ദ ബോട്ട് ഇസ് 3 മീറ്റർ. ബോട്ടിൻ്റെ ലെങ്ത്ത് 3 മീറ്ററാണ്. ഓക്കെ, ഫൈൻ. ആൻഡ് വെയ്സ് 100 കിലോഗ്രാം. ഇതിൻ്റെ വെയ്റ്റ് 100 കിലോഗ്രാമാണ്. എന്താ പറ്റുന്നത്? ദ 55 കിലോഗ്രാം മാൻ വാക്സ് അപ്പ് ടു ദ 65 കിലോഗ്രാം മാൻ. അതായത് നമ്മുടെ 55 കിലോഗ്രാമുള്ള മനുഷ്യൻ ഇപ്പോൾ 65 കിലോഗ്രാമുള്ള ആളുടെ അടുത്തേക്ക് നടക്കുകയാണ്. ഓക്കെ, സ്വാഭാവികം അല്ലേ? ഒരു ബോട്ടിലാകുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് നടക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബോട്ട് ഇപ്പോഴും വെള്ളത്തിലാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എത്ര മീറ്റർ ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. ആൻസർ എത്രയാടാ? പറഞ്ഞേ. ആൻസർ എത്രയാ? ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് റിജിഡ് ബോഡിയാണ്, 2 പോയിൻ്റാണ് അല്ലേ? 2 ആൾക്കാരാണ്. സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വേണം. ശരിയാണോ?
പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വന്ന് ഈ ഒബ്ജക്റ്റിന് ഒരു ഡിസ്ഫിഗർമെൻറ്റോ ഇല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്തെങ്കിലും വ്യത്യാസമോ വരണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് മാറി ഇവിടേക്ക് വന്നു, ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് മാറി ഇങ്ങനെ വന്നു. അങ്ങനെ റിജിഡ് ബോഡിയുടെ ഇടയിൽ എപ്പോഴും പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഇഷ്ടംപോലെ അലൈൻമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? ദിസ് ഈസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ ഫോഴ്സ്. ശരിയാണല്ലോ? അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? ഇൻറ്റേർണൽ ഫോഴ്സ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻറ്റേർണൽ ഫോഴ്സിന് ഒരിക്കലും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറ്റാൻ കഴിയില്ല. ഓൺലി ആൻ എക്സ്റ്റേർണൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദി ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് എ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്തത് എന്താ? ഇവിടെ ഒരു ബോട്ടിലുള്ള രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദിസ് ഈസ് എ സിസ്റ്റം. പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നും വരുന്നില്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സോ ദർ ഇസ് നോ എക്സ്റ്റേർണൽ ഫോഴ്സ്. സോ എഫ് എക്സ്റ്റേർണൽ ഈസ് ഈക്വൽ ടു 0. ശരിയാണോ? എഫ് എക്സ്റ്റേർണൽ ഈസ് 0. അങ്ങനെ എഫ് എക്സ്റ്റേർണൽ 0 ആയതുകൊണ്ട് എന്ത് പറ്റി? There is no change in the center of mass. So the answer is C, 0. കിട്ടിയോ? ആരാദ്യം പറഞ്ഞേ? പ്രീതിയാണ് പറഞ്ഞത്. പ്രീതി സെറ്റ് ദ റൈറ്റ് ആൻസർ. പ്രീതി കറക്റ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇവിടെ എനിക്ക് ആദ്യം അറിയേണ്ടത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ എടുത്താൽ മതിയോ? ഓർ ഷുഡ് ഐ ചേഞ്ച് മൈ സ്റ്റൈൽ? ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ബേസിൽ പോയിട്ടാണ്, അതായത് ഒരു റിപ്പീറ്റേഴ്സിനൊക്കെ എടുത്തു കൊടുക്കുന്ന അതേപോലെ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. സമയം കുറവാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസിന് എണ്ണം കുറവായിരിക്കും, ഡെറിവേഷൻസ് ഉണ്ടാവില്ല. അത് മാത്രം നിങ്ങൾ ക്ഷമിക്കുക. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. സോ ദാറ്റ് വിൽ ബി സോ നൈസ് ഫോർ മീ. ഒന്ന് പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ? പറഞ്ഞേ. മനസ്സിലായോടാ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സർ. സോ ഹാപ്പി ടു സീ ദാറ്റ്. ഓക്കെ, ദിസ് ഇസ് ഇനഫ്. ഗ്രേറ്റ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇനി തൊട്ടാണ് നിങ്ങൾക്ക് മൊമെൻറ്റ് എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതായത് ഇനി നമ്മൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ മൊമെൻറ്റ് എന്നൊരു ടേം ചേർത്തായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? സോ ഓക്കെ, സോ അഭിനന്ദ് പറയുന്നത് ഞാനിപ്പോൾ കളയാനിരുന്ന ചാപ്റ്ററാണ്, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അഭിനന്ദ്, ഈ ഒരു ചാപ്റ്റർ, അതായത് ഈ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ട്രസ്റ്റ് മീ, യു വിൽ ബി സ്റ്റാർട്ട് ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും തലവേദന വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെല്ലാം ഇതേപോലെ ഫ്രം ദ വെരി ബേസ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നിട്ടേ നിങ്ങളെ വിടുള്ളൂ. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി സ്ട്രേറ്റ്. എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? വാട്ട് ഇസ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിനെ അതേ സ്റ്റേറ്റിൽ, ഇപ്പം അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീങ്ങിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ നീങ്ങുകയാണെങ്കിൽ ഒരേ ഡയറക്ഷനിൽ നീങ്ങുക. അങ്ങനെ സ്വന്തം കാര്യം, ഇപ്പം നമ്മൾ മടി പിടിച്ചിരിക്കുന്ന പോലെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറാൻ ഒരു ഒബ്ജക്റ്റിനുള്ള താല്പര്യക്കുറവ്, അതിനെയാണ് ഇനേർഷ്യ എന്ന് പച്ച മലയാളത്തിൽ വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഇരിക്കുകയാണ് ഒരു ബസ്സിൽ. ഇതെല്ലാവരും പറയുന്ന എക്സാമ്പിളാണ്, പക്ഷെ അതാണ് ഏറ്റവും നല്ല എക്സാമ്പിളും. നിങ്ങളൊരു ബസ്സിലിരിക്കുകയാണ്, ആ ബസ് ഓടുന്നില്ല, നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ റെസ്റ്റിലാണ്, നിങ്ങൾക്ക് നീങ്ങാൻ താല്പര്യമില്ല. ശരിയാണോ? ശരിയാണ്. വണ്ടി പെട്ടെന്ന് എടുക്കുകയാണ്. വണ്ടി പെട്ടെന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഒബ്ജക്റ്റ് നീങ്ങുകയാണ് അല്ലേ, ആ ബസ് അങ്ങ് നീങ്ങുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനാണ് താല്പര്യം. അപ്പോൾ എന്ത് പറ്റും? ബസ് അങ്ങ് നീങ്ങുമ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് വരും, കാരണം നിങ്ങൾക്ക് അവിടെ ഇരിക്കാനാണ് താല്പര്യം. സോ അതാണ് സിമ്പിളായിട്ട് എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? മനസ്സിലാക്കുക, മൊമെൻറ്റ് ഓഫ് എന്നുള്ളൊരു ടേം വളരെ കോമൺ ആയിട്ട് റൊട്ടേഷണൽ ഫിസിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഫോർ എ മൊമെൻറ്റ്, ഒരു മൊമെൻ്ററി സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെൻറ്റ് ഓഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഡു യു മീൻ ബൈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു ആക്സസ് ഉണ്ട്, ഇതിന് അക്രോസ് ആയിട്ട് ഒരു റിജിഡ് ബോഡി എന്ന് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, ഒരു തേങ്ങ കഷ്ണമോ ഒരു വാട്ടർ ബോട്ടിലോ എന്തോ റിജിഡ് ബോഡിയാണ്, അത് കറക്കുകയാണ്. അങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഇതിന് കറങ്ങിക്കൊണ്ടേ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട് 2 തിങ്സ്. ഇതാണ് ആക്സിസ്, ഇതാണ് റിജിഡ് ബോഡി, ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്
of the rigid body from the axis. അതിനെ ഞാൻ R എന്ന് വിളിക്കുകയാണ്. And let M be the mass of the object. അപ്പോൾ ഒരു ഇതെന്ന് മാറി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങാണ്. ഓക്കെ, ഇങ്ങനെ കറങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് R ആണ്, ദാറ്റ് ഇസ് M. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യനെ I എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ what is it? I is equal to sigma I varying from 1 to in mi square. So this is equal to, ഇനി J പഠിക്കുന്നവർക്കായിട്ട് you have this equation, integral dm into r square. പക്ഷേ ഇതൊക്കെ ഞാൻ എഴുതരുതെന്ന് അറിയാം. ഞാൻ ഗ്രാവിറ്റേഷൻ എടുത്തപ്പോൾ ഇതൊന്നും എഴുതുന്നില്ല. കാരണം എന്താ? ഇതൊന്നും ഗ്രാവിറ്റേഷനെ ചോദിക്കില്ല, അതുകൊണ്ടാണ്. ഇതിൽ അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എന്ന് പറഞ്ഞ് ഈ ഒരു ഫോർമുല തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുകൊണ്ട് മാത്രം എഴുതരുന്നതാണ്. നമ്മുടെ വാക്ക് ഇതാണ്, I is equal to mr square. കിട്ടിയോടാ? I is equal to mr square. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, സോ ഹൂസ് കമ്മിങ്? Setulakshmi is saying hi. Navda Agarwal is saying you aced it. You never ace it unless you do it fully. But we just started, അല്ലേ? നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. We have to complete it fully. Okay, so നമ്മളിത് തീർക്കും. Until we finish, we never aced it. Okay, so moment of inertia കഴിഞ്ഞു. Next is radius of gyration. So നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് radiation of gyration എന്ന് പറയുന്നത്. So എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സർ what is radius of gyration? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് ആക്ച്വലി ഇമാജിനറി കൺസെപ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിസ് എടുക്കാം. ഈ ആക്സിസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഈ ഒരു ആക്സിസ് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു പ്യുവർ റോളിംഗ് മോഷനോ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൗ വെൽ എ റിജിഡ് ബോഡി ക്യാൻ എക്സിക്യൂട്ട് എ റൊട്ടേഷണൽ മോഷൻ, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് K വെച്ചാണ്. ഓക്കെ ആണല്ലോ? സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ എസെൻഷ്യൽ ഡിസ്റ്റൻസ്. അതായത് നമ്മുടെ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന് പ്രോപ്പറായിട്ടൊരു എന്ത് ചെയ്യാൻ പറ്റുക, ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ K കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ I is equal to mk square. റേഡിയസ് ഓഫ് ഗൈറേഷൻ I is equal to mk square. കിട്ടിയോടാ? റേഡിയസ് ഓഫ് ഗൈറേഷൻ I is equal to mk square. അപ്പോൾ ഇതിന്ന് K എന്നൊരു ഇക്വേഷൻ കിട്ടിയാൽ എന്ത് പറ്റും? K square is equal to I by m or K is equal to square root of I by m. കിട്ടിയോടാ? K is equal to square root of I by m. സോ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന് ചിലപ്പോൾ നമുക്ക് എന്താ തരാൻ അറിയാം, ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, അതിരിക്കുന്നത് എക്സ് ആക്സിസ് 2, 3, 4, 5, 6 അങ്ങനെ കുറേ പൊസിഷനിലാണ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ? മാസ് ഒന്നും തന്നിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഫിഗറും തന്നിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു തവണ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഈ ഒരു ഫോമിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. K is equal to root of r1 square plus r2 square plus r3 square plus etc plus rn square by n. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് തരികയാണ്, ഇങ്ങനെ കുറേ കുത്തിട്ടു, ഒന്നിന് സ്ഥലം 2, 3, 4, 6, 8 എന്നൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, 2 സ്ക്വയർ പ്ലസ് ഇപ്പം 3 എടുക്കാം, 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 റൂട്ട്. ഇതായിരിക്കും എന്ത്, അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഹൂ സെയിങ് ഉണ്ണി icon, so Unni, I'll just call it as Unni says hi, so hi, fine. So that is regarding what? That is regarding the radius of gyration. Okay, so അത് കഴിഞ്ഞു, radius of gyration കഴിഞ്ഞു. നമ്മൾ അടുത്ത് പോകുന്നത് parallel axis തിയറത്തിലേക്കാണ്. So we are coming into parallel axis theorem. So parallel axis theorem എന്താണ്? Parallel axis theorem എന്താ? Moment of inertia കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. So ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എക്സ്പ്ലോർ വിത്ത് മീ. സാറിൻ്റെ ഗ്രാവിറ്റേഷൻ കേട്ട് വരിക. ഇപ്പോൾ ഒരുപാട് ഹാപ്പിയായി, താങ്ക് യു സർ, ദാറ്റ് മീൻസ് എ ലോട്ട്. സോ ഈ ഒരു ക്ലാസ്സും കണ്ടിന്യൂ ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഇഫ് യു ലൈക്ക് ദി ക്ലാസ്. എല്ലാവരും പഠിക്കട്ടെ അല്ലോ, ഷെയറിങ് ഇസ് കെയറിങ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ പാരലൽ ആക്സിസ് തിയറം? സോ എന്താണ് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്? പാരലൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു റിജിഡ് ബോഡി ഉണ്ട്, പോട്ടെ, ഒരു പെൻസിലോ പെന്നോ എന്തോ ഉണ്ട്.
അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിനക്കറിയാം, ദാറ്റ് ഈസ് ഐ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഐ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എക്രോസ് ദ സെൻറ്റർ ഓഫ് മാസ്. കിട്ടിയോ? അങ്ങനെ നമുക്കറിയാം. ഇനിയിപ്പോൾ ചോദ്യം ഇതാണ്, പാരലൽ ആക്സിസ്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ, അതായത് ആ സെൻറ്റർ ഓഫ് മാസിലാവണമെന്നൊന്നുമില്ല, ദൂരെ എവിടെയോ ഒരു ആക്സിസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കറക്കുക, അതായത് ഇപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ആക്സിസ് എനിക്കറിയാം, ഇതിന് പാരലായിട്ടൊരു ആക്സിസ് ഉണ്ട്. എനിക്കിനറിയേണ്ടത് ഇതിൽ വെച്ച് ഇത് കറക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ സ്റ്റൈലാക്കി ഇതിങ്ങനെ കറക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് എക്രോസ് ആയിട്ട് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? സോ വാട്ട് ഈസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എക്രോസ്? ലെറ്റ് ദിസ് ബി എ ബി. എ ബി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഈ ആക്സിസ്, ഇതിനെ സി ഡി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇനേഷ്യ എക്രോസ് സി ഡി എന്ന് പറയുന്നത് ഇനേഷ്യ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. ശരിയാണോ? സോ ദാറ്റ് ഇസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബി? വാട്ട് ഈസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബി? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കാം? എക്സ് എന്ന് വിളിക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ എ ബി എന്ന് പറഞ്ഞാൽ ഐ സി എം പ്ലസ് എം ഇസ് ദ മാസ് ഓഫ് ദി റിജിഡ് ബോഡി ഇൻറ്റു എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി axis from the center of mass. So IAB is equal to ICM plus mx square. So that is the parallel axis theorem. ഓക്കെ ആണോ? ക്ലിയർ ആയോടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ചോദിക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇഫ് ഇസ് റൊട്ടേഷൻ, അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ചോദിക്കാം. കുറച്ച് നേരത്തെ നിന്ന് തുടങ്ങിയതും അതാണ്. കഴിഞ്ഞാണ് റൊട്ടേഷൻ തീരാൻ ഭയങ്കര ലേറ്റായി. ഇന്നും നമുക്ക് മിക്കവാറും ആ സമയമാവും, പക്ഷേ നമുക്ക് ആ സമയം കൊണ്ട് ഫുൾ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേഷൻ പഠിക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തൊരു തിയറം. എന്താണ് അടുത്ത തിയറം? അടുത്ത തിയറത്തിൻ്റെ പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ വാട്ട് ഡു യു മീൻ ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു റിജിഡ് ബോഡി വീണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, ആ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സി എം സെൻറ്റർ ഓഫ് മാസ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നത് അറിയോ? നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ട്. ഇതൊരു എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ദി എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടും പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്, ദാറ്റ് ഈസ് ദി ഇസഡ് ആക്സിസ്. അത് നിങ്ങളുടെ നേരെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നേരെയുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലും രണ്ട് ആക്സിസ് അറിയാം. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ആക്സിസിൻ്റെ കണ്ടുപിടിക്കണം. ശരിയാണോ? അതെ, അത് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്. ഒപ്പം നിങ്ങൾക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വേറെ ആക്സിസിൻ്റെ എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ കൂടെ അറിയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഐ എക്സിൻ്റെ അറിയാം, ഐ വൈൻ്റെയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഐ സെഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതൊക്കെ നിങ്ങൾക്ക് നന്നോണം അറിയുന്ന ഇക്വേഷനാണ്, സാർ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ ആണല്ലോ? ഫൈൻ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഓക്കെ, ഇനി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കാനോ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയതാണ്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് ടു ബൈ ഹേർട്ട്. ഞാൻ നിങ്ങളോട് അധികം ഒന്നും ബൈ ഹേർട്ട് ചെയ്യാൻ പറയാറില്ല, സാർ എല്ലാം ചെയ്ത് കാണിക്കാറാണ്. പക്ഷേ ഇത് ചെയ്ത് കാണിച്ചാൽ വൈകുന്നേരം ആവുന്നതുകൊണ്ടാണ് സാർ ഈ ഒരു സാധനം എടുത്തത്. നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് സോളിഡ്സ് ഉണ്ട്, അതിൻ്റെ ആക്സിസ് ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ്? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സിലിണ്ടറിനെ കുറിച്ചാണ്. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളു മൊത്തം പൊള്ളയല്ലാത്ത കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോളിഡ് സിലിണ്ടർ, ക്യാൻഡിൽ, മെഴുകുതിരി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് എ സോളിഡ് സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ ആക്സിസ് ക്ലിയർ ആണ് അല്ലേ? ഒന്നിങ്ങനെ വെച്ച് ഇങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? ഐ ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ 2. ഇനി നേരെ മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്ന വെച്ചാലോ? സോ ദാറ്റ് ഈസ് ദിസ് വൺ. And what is equation? I is equal to 1/4 mr square plus 1/2 ml square. കിട്ടിയല്ലോ? 1/2 mr square plus 1/2 ml square. What is L? L is the length of the cylinder. L is the length of the cylinder. അടുത്തത് എനിക്ക് പറയാനുള്ളത് അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു റിംഗ് ആണ്. ഒരു വളയെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര തിന്നായിട്ടുള്ള ജസ്റ്റ് ഒരു റിംഗ് പോലത്തെ ഒരു സാധനം. ഒന്നാമത്തെ ആക്സിസ് ഇപ്പോൾ റിംഗ് ആണെങ്കിൽ ഇതിപ്പോൾ റിംഗ് ആണെന്ന് വിചാരിക്കുക.
ഇഫ് ദിസ് ഇസ് ദ റിംഗ്, ഇവിടെ ആക്സിസ് വെക്കുക. ഓക്കെ, എന്നിട്ട് റിംഗ് ഇങ്ങനെ കറക്കുക. സോ ഇത് സിലിണ്ടർ ആണ്, പോട്ടെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താ, ദാറ്റ് ഇസ് mr². അതുപോലെ തന്നെ റിംഗ് ഇങ്ങനെ വെച്ച് റിംഗ് ഇങ്ങനെ കറക്കുക. നമ്മൾ ബാങ്കിൽ കറക്കൂലേ, അതേപോലെ. അത് എത്രയിടാ, ½ mr². നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ എത്രയിടാം, 2/5 mr². ഇനി നേരെ മറിച്ച് അത് ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ എത്രയാ, 2/3 mr². സോളിഡ് സ്ഫിയർ ഇസ് 2/5 mr². This one, solid sphere is 2/5 mr² and the എന്താ നമ്മുടെ ഹോളോ ഉള്ളിലൊന്നും ഇല്ലാത്തതാണെങ്കിൽ 2/3 mr². രാത്രിയായില്ല അതിൻ്റെ കേട്ടോ. സോ വാട്ട് അബൌട്ട് റോഡ്? ഒരു റോഡ് വെച്ചു, ഇവിടെ വെച്ച് റോഡ് കറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാ, ml²/12. നേരെ മറിച്ച് ഒരു എഡ്ജിലാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്, ml²/3. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ട് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കുക. നമ്മളിത് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. അടുത്തത്, ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും താല്പര്യം സിലബസിന് പുറത്തുള്ള സാധനങ്ങൾ പഠിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് ഈ ഒരു 1-2 കാര്യങ്ങൾ. അത് എക്സ്ട്രാ നിങ്ങൾക്ക് പേടിപ്പിക്കാനൊന്നുമല്ല. അഥവാ ചിലപ്പോൾ, കാരണം ഇത് പണ്ടത്തെ CBSE സിലബസിൽ ഉണ്ടായിരുന്നതാണ്, ഒരു ആനുലാർ ഡിസ്ക്. സോ നമ്മൾ സാധാരണ പഠിച്ച വെറും ഒരു ഡിസ്ക്കാണ്. ആ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ റേഡിയസേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനകത്ത് 2 റേഡിയസ് ഉണ്ട്. ഒന്ന് ഔട്ടർ റേഡിയസ്, ഇവിടം വരെയുള്ള റേഡിയസ്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ R. അടുത്തത് ഇന്നർ റേഡിയസ്, ഇത്രയുള്ളത്, ദിസ് ഇസ് സ്മോൾ ലെറ്റർ R. അങ്ങനെ 2 റേഡിയസ് ഉള്ള കട്ടിയുള്ള ഒരു ഡിസ്ക്. ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് CD. CDയുടെ പ്രത്യേകത എന്താ, ഇങ്ങനെയാണ് ഇവിടെ CD ഉള്ളത്. അതിനൊരു ഇന്നർ ഡയമീറ്റർ ഉണ്ട്, ഒരു ഔട്ടർ ഡയമീറ്റർ ഉണ്ട്. അതാണ് ആനുലാർ ഡിസ്കിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആനുലാർ ഡിസ്കിൻ്റെ ഔട്ടർ ഡയമീറ്റർ R, ഇന്നർ ഡയമീറ്റർ R ആണെങ്കിൽ, ഓഫ് മാസ് m ആണെങ്കിൽ, വാട്ട് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു m/2 ഇൻറ്റു r² പ്ലസ് r². m/2 ഇൻറ്റു r² കിട്ടിയല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫൈൻ. സോ എല്ലാവരും ഹാൻഡ്സ് അപ്പ് ഇടുന്നുണ്ട്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് തിക്ക് ഹോളോ സിലിണ്ടർ. അടുത്ത ഏതാടാ, തിക്ക് ഹോളോ സിലിണ്ടർ. കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ട്, അതാണ് ഞാനൊരു പടം എടുത്തിട്ട് തന്നെ വന്നത്. ഒരു തിക്ക് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്ത് പറ്റും, അതിനും 2 റേഡിയസ് ഉണ്ട് കേട്ടോ. ഒരു ഇന്നർ റേഡിയസ് ഉണ്ട്, ഒരു ഔട്ടർ റേഡിയസ് ഉണ്ട്. അതിലെ ഇന്നർ റേഡിയസ് നമ്മൾ എങ്ങനെ എഴുതുക, പറഞ്ഞേ. ഇന്നർ റേഡിയസ് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക? ഇന്നർ റേഡിയസ് ഇസ് R1, outer radius is R2. കിട്ടിയോ? inner radius is R1, outer radius is R2. അങ്ങനെയാണെങ്കിൽ what is equation? I is equal to m/2 into R1 square plus R2 square. കിട്ടിയോടാ? I is equal to m/2 into R1 square plus R2 square. So that is thick hollow cylinder. Okay ആണോ? കിട്ടിയോടാ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. സോ അടുത്തത്, what is it? നെക്സ്റ്റ് വൺ ഇസ് എ റെക്റ്റാങ്കുലർ ലാമിന. ബോറടിപ്പിക്കുന്നില്ല, ഇതോടുകൂടെ കഴിഞ്ഞു കേട്ടോ. എനിക്കൊന്നും പറയുന്നത് ഇഷ്ടമൊന്നുമല്ല, മേ ബി ഒന്നും കൂടെ ഉണ്ടാവും അതിൽ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അയ്യോ പഠിച്ചില്ലല്ലോ എന്ന് തോന്നരുത്. ഇതേ ചോദിക്കുള്ളൂ, ഇതിൻ്റെ പുറത്തുനിന്നൊന്നും ചോദിക്കില്ല, ഐ ഗ്യാരണ്ടി ചെയ്യും. കാരണം ഇതിൻ്റെ പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻ വരില്ല. ഐ മീൻ ഇത്, അതായത് ഒബ്ജക്ട്സ് ആയിട്ട് കേട്ടോ. ഇനി തറങ്ങും വിലങ്ങും എങ്ങനെയും ചോദിക്കാം, പക്ഷേ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് തടയുള്ളൂ. ഓക്കെ, സോ ഇതാണെങ്കിൽ എന്താണ്, ഇതിനൊരു ലെങ്ത് ഉണ്ട് A, ഒരു ലെങ്ത് നമുക്ക് A ആക്കാം അല്ലേ, ആയിക്കോട്ടെ, മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. A, ഒരു ബ്രെഡ്ത്ത് B ഉണ്ടെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ്, I ഈസ് ഈക്വൽ ടു m/12 ഇൻറ്റു A² പ്ലസ് B². I is equal to m/12 into A² plus B². So that is the rectangular lamina. I is equal to m/12 into A² plus B². And the last guy is uniform cone. Cone. Maybe but you just have to understand. Cone is a cone is the center of mass. That's the cone. That's the base height h. That's h/4 distance is the center of mass. For example, 100 cm cone length. How far from below is the center of mass? h/4 is 100/4, which is 25 cm. That is the base is 25 cm. This is the center of mass. Okay, what is the moment of inertia I? That is 3/10
mr square കിട്ടിയോടാ. സോ വാട്ട് ഇസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ യൂണിഫോം കോൺ? I is equal to 3/10 mr square. അപ്പോൾ സാർ ചോദിക്കും ഇത് ഏത് ആക്സിസിലാണ് കറക്കാൻ പോകുന്നത്? ദിസ് ഇസ് ദി ആക്സിസ്. ഓക്കെ, കോൺ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് വെച്ച് കോൺ ഇങ്ങനെയും കറക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഇസ് ബീൻ റൊട്ടേറ്റഡ്. അത്രയും പറയുന്നതോടെ വാട്ട് ഹാപ്പൻസ് വി ആർ ഫൈനലി കമ്മിങ് ആൻഡ് എൻഡ് ഇൻ ടു ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സാർ എത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ന്യൂട്ടൺ ഫിസിക്സ് ഒന്നും അല്ല ഇത്. ഒന്ന് മനസ്സിലെടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഓൾസോ സോൾവ് ദിസ്. കിട്ടിയോടാ? മനസ്സിലായിച്ച ഒരു തംസപ്പെട്ടെ ആരും ഒന്ന് കാണാനല്ലോ, ആക്റ്റീവ് അല്ലല്ലോ, എന്ത് പറ്റി? ഒന്ന് തംസപ്പെട്ടെ. വി ആർ മൂവിങ് ഇൻ ടു ദി ക്വസ്റ്റ്യൻ നൗ. ഓക്കെ, സോ വാട്ട് ഇസ് ദി ക്വസ്റ്റ്യൻ? വായിച്ചാലോ? ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ്? എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഒരു സോളിഡ് സ്ഫിയർ മാസ് m ആണ്, റേഡിയസ് r ആണ്. അതെന്ത് ചെയ്തിരിക്കുകയാണ്? അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറ്റുന്നത്? ഇനി വേറൊരു സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഇത് സ്ഫിയർ ആയിരുന്നു, ഇപ്പോൾ സോളിഡ് സിലിണ്ടറാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ സോളിഡ് കേട്ടോ, മൊത്തം മാസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് പറ്റി? സോളിഡ് സിലിണ്ടർ എന്ത് പറ്റി? അതും സെയിം റേഡിയസ് ആണ്. അതെന്തായിരുന്നേ? അത് അതിൻ്റെ ജോമെട്രിക്കൽ ആക്സിസിന് അക്രോസ് ആയിട്ട് അതും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങട്ടെ, കുഴപ്പമില്ല. അവർ പറഞ്ഞ എന്താണ്? ഇത് കറങ്ങുന്നതിൻ്റെ പ്രത്യേകത ദ ആംഗുലാർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സ്ഫിയർ. എന്താണ്? സ്ഫിയർ എത്ര ആംഗുലാർ സ്പീഡിലാണോ കറങ്ങുന്നത് അതിൻ്റെ ഡബിൾ ആംഗുലാർ സ്പീഡിലാണ് ആര് കറങ്ങുന്നത്? സിലിണ്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി എന്നാണ് ചോദ്യം. നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് ഒരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തടയുന്നതായിരുന്നു. പക്ഷെ അതിൽ പോയി ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നത് എവിടെയാടാ? കൈനറ്റിക് എനർജിയിലാണ്. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുക? എനിക്ക് ഒന്നും അറിയില്ല. ഞാനിവിടെ എഴുതാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 mv². ഇനി ശ്രദ്ധിക്കാം, ഇതിനൊക്കെ അതായത് ഇതിപ്പോൾ ലീനിയർ മോഷനാണ്. എനിക്കിത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ റൊട്ടേഷനിലേക്ക് വരണം. അപ്പോൾ റൊട്ടേഷനിൽ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവണം, അതിലൊരു ഹാഫ് ഉണ്ടാവണം. മനസ്സിലാക്കാം. മാസിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലെ ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. കിട്ടിയോ? എപ്പോഴും ആലോചിക്കുക, മാസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ സാധനം ആരാടാ പറഞ്ഞേ? ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I. കിട്ടിയോ? ആൻഡ് വാട്ട് ഈസ് V? V ഈസ് എ ലീനിയർ ആക്സിലറേഷൻ, ലീനിയർ വെലോസിറ്റി. ഇവിടുത്തെ വെലോസിറ്റി എന്താ? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എങ്ങനെ നമ്മൾ ചെയ്യുക? ഒമേഗ സ്ക്വയർ. നോക്കിയേ, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തു? ഒരു അറിവില്ലാണ്ട് വി ജസ്റ്റ് സിംപ്ലി ഡെറൈവ് ദി കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി വിച്ച് ഇസ് റൊട്ടേറ്റിംഗ്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ ഇവിടെ ഇരുന്നിപ്പോൾ ഉണ്ടാക്കി അല്ലേ? ഒരുപാട് പേര് കാണാപ്പടം പഠിച്ചു. I ½ = കൈനറ്റിക് എനർജി = ½ I ω². എന്തുകൊണ്ട്? കാരണം കൈനറ്റിക് നേരെ, അതായത് ഒരു വണ്ടി നേരെ ഓടുമ്പോൾ അതിൻ്റെ മാസാണ്, അത് കറങ്ങി ഓടുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് സ്ഫിയർ by kinetic energy of cylinder. So this is half I of sphere into omega of sphere square divided by half into inertia of cylinder into omega of cylinder square. ശരിയാണോ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സ്ഫിയറിൻ്റെ എടുത്തു, മറ്റേതും സ്ഫിയറിൻ്റെ എടുത്തു, താഴെ മൊത്തം സിലിണ്ടർ എടുത്തു. ഹാഫും വെട്ടിപ്പോയി. ശരിയാണോ? ഇനി എനിക്കറിയേണ്ടത് വാട്ട് ഇസ് IS. എന്താടാ? ഒരു സ്ഫിയർ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ പറഞ്ഞേ വാട്ട് ഇസ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I is equal to 2/5 mr². ഞാൻ തൊട്ട് മുന്നേ പഠിപ്പിച്ചു അല്ലേ? ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദി moment of inertia of a solid cylinder? What is the moment of inertia of a solid cylinder? It is ½ mr². അതും ഞാൻ പറഞ്ഞു തന്നു. It is ½ mr². കിട്ടിയോടാ? And tell me what is the relation regarding the angular speed? ഇവർ പറഞ്ഞത് എന്താ? ആംഗുലാർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് സ്ഫിയർ. അതായത് സിലിണ്ടറിൻ്റെ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ആംഗുലാർ വെലോസിറ്റി ഓഫ് സിലിണ്ടർ ഇസ് twice angular velocity of sphere. Omega is equal to 2 times omega s. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? സോ ദിസ് ഇസ് ഈക്വൽ ടു IS അവിടെ
2/5 mr square ഇൻറ്റു ഒമേഗ എസ് എന്ന് പറയുന്നത് എത്രയാടാ? ഒമേഗ എസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ എസ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ തന്നെ കൊടുക്കാം അല്ലേ? ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ സി എന്ന് പറയുന്നത് ഹാഫ് എം ആർ സ്ക്വയർ ഇൻറ്റു വാട്ട് ഇസ് ഒമേഗ സി? ഒമേഗ സി എത്രയാണ്? 2 ഒമേഗ എസ് ദി ഹോൾ സ്ക്വയർ. സോ എന്ത് പറ്റി? എം ആർ സ്ക്വയർ പോയി, ഇത് പോയി. ഓക്കെ, വാട്ട് ഡു വി ഹാവ് നോ പറഞ്ഞേ. ഇപ്പോൾ നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഇവിടെ 2 എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് വരും അല്ലേ? സോ ദിസ് ഇസ് 4/5 ഇൻറ്റു ഇവിടുത്തെ എന്തുണ്ട്? 2 സ്ക്വയർ ഉണ്ട്. സോ ദാറ്റ് ഇസ് 1/4. കിട്ടിയോ? അല്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ദിസ് ഇസ് 2/5 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 2 സ്ക്വയർ. സോ ദിസ് ഇസ് 2/5 ഇൻറ്റു 1/2 മുകളിലേക്ക് വരുമ്പോൾ 2/1 ആവും ഇൻറ്റു 1/2 സ്ക്വയർ ഇസ് 4. സോ ദിസ് ഇസ് 4/5 ഇൻറ്റു 1/4. 4 ക്യാൻസലായി 1/5. സോ ദാറ്റ് ഇസ് 1/5. കിട്ടിയോടാ? ഇങ്ങനെയാണ് 1/5 വന്നത് കേട്ടോ. So that is 1/5. So what is the ratio? Ratio is 1:5. What is the ratio? Ratio എത്രടാ? Ratio is 1:5. Ratio is 1:5. കിട്ടിയോ? 1:5. B ആണ് ഉത്തരം. Who said it right? B ആദ്യം ആരാ പറഞ്ഞത്? B 1:5 ആദ്യം മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാരാടാ? അത്ര മുന്നേയൊക്കെ പറഞ്ഞ? ആദ്യം പറഞ്ഞത് യാരി പറഞ്ഞൊരു കുട്ടിയാണ്. യാരി, കൺഗ്രാറ്റ്സ് ടു യു. സോ യു സെഡ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1:5. ഉത്തരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റൊട്ടേഷനെ കുറിച്ചൊരു ഐഡിയ വരുന്നുണ്ടോ? എങ്ങനെയാണ് റൊട്ടേഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ്, ഞാൻ അധികം ഒന്നും പറയുന്നില്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനും ഏത് ഫോമിലാണ് യൂസ് ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ധാരണ വന്നു തുടങ്ങിയോ? വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം നിങ്ങൾ ദൂരെയാണ്, ഞാൻ ഇവിടെയാണ് അല്ലേ? ഇത് നിങ്ങളുടെ അടുത്തിരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തുള്ള ഓരോ എക്സ്പ്രഷനും എനിക്ക് കാണാം. ഇപ്പം എനിക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജസ് ആണ് എൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തംസ് അപ്പ് ഒക്കെ ഇടയ്ക്ക് ഇട്ട് തരാം, ഇടയ്ക്കത് മനസ്സിലായി എന്ന് പറയാം. ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ കേട്ടോ. എനിവേസ്, സമയമില്ല കളയാൻ, ക്വസ്റ്റ്യൻസിലൂടെ പോകാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ആൻഡ് മാസ് 9m. ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്, അതിൻ്റെ റേഡിയസ് 6 ആണ്, മാസ് 9m ആണ്. കിട്ടിയോ? എ സ്മോൾ ഡിസ്ക് ഓഫ് മാസ് m, ഒരു സ്മോൾ ഡിസ്ക് ഉണ്ട് ഓഫ് മാസ് m ഈസ് റിമൂവ്ഡ് കോൺസെൻട്രിക്കലി. കോൺസെൻട്രിക്കലി എന്ന് പറഞ്ഞാൽ നടുക്കുന്ന ചെറിയ, അതായത് റേഡിയസ് r/3 വരുന്ന ഒരു ചെറിയ സാധനം റിമൂവ് ചെയ്തു. ഇതിൻ്റെ മാസ് m ആണ്. ഇപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് 6 ഉണ്ട്, ഇവിടെ 9m ഉണ്ടായിരുന്നു, അതിൽ 1m പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ 8m മാസാണുള്ളത് അല്ലേ? 9m എന്ന് 1m പോയാൽ എത്രയുടെ? 8m ഉണ്ടാവും അല്ലേ? 9m എന്ന് 1m പോയാൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? r/3, ഇവിടെ ഒരു മാസം ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മളിപ്പോൾ മുറിച്ച് മാറ്റി, നമുക്ക് എന്ത് കിട്ടിയടാ? മുറിച്ച് മാറ്റിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 2 സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ട കാര്യം എന്താണ്? ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിമൈനിങ് ഡിസ്ക്. ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഈ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഡിസ്ക് ആൻഡ് പാസിംഗ് ത്രൂ വെച്ചിട്ട് നമ്മൾ വരച്ചു തന്നെയാണ്. ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ഡിസ്കിൻ്റെ നടുക്കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ആദ്യത്തെ മനസ്സിലാക്കട്ടെ. ഇതിന് ഞാൻ I1 എന്ന് വിളിക്കുകയാണ്, ഇതിന് I2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ വിളിച്ച ആദ്യത്തെ ഡിസ്കിനെ ഞാൻ I1 എന്ന് വിളിക്കുകയാണ്, ഇവന് I2 എന്ന് വിളിക്കുകയാണ്. സോ ടെൽ മീ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് I1? I1 എത്രയാണ് പറഞ്ഞേ? I1 എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ബേസിക്കലി വാട്ട്? ദിസ് ഇസ് എ വാട്ട്? ഇതെന്താടാ? ഇത് നമുക്കൊരു സർക്കുലർ ഡിസ്ക് ആയിട്ട് എടുക്കാം അല്ലേ? സോ ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് 1/2 mr². പക്ഷേ ഇവിടെ m എത്രയാ? ഇവിടെ 9mr² ആണ്. ഞാൻ എടുക്കുന്നത് ഇതാണ് കേട്ടോ, ഈ ഭാഗമാണ് എടുക്കുന്നത്, ഇതല്ല. I1 എന്ന് പറയുന്നത് ഇതാണ് വലുത്. ഓക്കെ, സോ അതിനകത്ത് മൊത്തം, അതായത് ആ ഒരു സാധനം എടുക്കുന്നതിന് മുന്നേ 9m മാസ് ഉണ്ടായിരുന്നു, 6 ഡയമീറ്റർ ഉണ്ടായിരുന്നു. സോ I1 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 9mr², അല്ലെങ്കിൽ 9/2 mr². കിട്ടിയോടാ? I1 അതാണ്. വാട്ട് ഇസ് I2? I2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, I2 എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുക? ദാറ്റ് ഇസ് 1/2 ഇൻറ്റു ഇതിൻ്റെ മാസ് എത്ര? m ആണ്. വാട്ട് ഈസ് ഇസ് റേഡിയസ്? റേഡിയസ് ഇസ് r/3. സോ ദിസ് ഇസ് r/3 ദി whole square. So I1 is equal to 1/2 into 9mr². I2 is equal to 1/2 into m into r²/3. അഥവാ this is mr²/2 into 9 അല്ലേ? 3 square 9 ആണ്. So that is 18. So that is mr²/18. കിട്ടിയോടാ? കിട്ടി. ഇനി നമുക്കറിയേണ്ടത്
ഇപ്പം നമുക്ക് ഇവൻ്റെ മൊത്തത്തിലുള്ളത് അറിയാം, ഇവൻ്റെ ചെറുതിനെയും അറിയാം. നമുക്കിനി അറിയേണ്ടത് ഇതിൽ ബാക്കിയുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിൽ നിന്ന് ഈ കുഞ്ഞൻ്റെ ഈ ചെറിയ ആളുടെയും മൈനസ് ചെയ്താണെങ്കിൽ എന്ത് കിട്ടി, നമുക്ക് ബാക്കിയുള്ള ഡിസ്കിൻ്റെ കിട്ടി. ശരിയാണോ? കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും കണ്ട് ഞാൻ മുന്നേ ആനുലാർ ഡിസ്കിൻ്റെ ഒരു ഇക്വേഷൻ വേറെ തന്നെ തന്നിട്ടുണ്ട്, m/2 × r² + r² എന്ന് പറഞ്ഞ ഇക്വേഷൻ. അത് നമ്മളിവിടെ എടുക്കണം. അത് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ. സോ അപ്പോൾ എന്താ കിട്ടിയേ? സോ വാട്ട് ഇസ് ദ നെറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? I is equal to I1 - I2. ഓക്കെ ആണല്ലോ? I is equal to I1 - I2. എത്രയാണ് I1? I1 എന്ന് പറയുന്നത് എത്രയാ? 9/2 mr². I1 is equal to 9/2 mr². And what is I2? I2 is equal to mr²/18. കിട്ടിയോടാ? അപ്പോൾ ഇതിൻ്റെ എന്താണ് LCM എത്രയാ? 2 അല്ലേ? 2 LCM. സോ ദിസ് ഇസ് 18 mr² minus mr², 18 mr² minus mr² by എത്രയാണ് വരുന്നത്? 18 mr² by mr²/18 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് 18 mr² by mr²/18. ഒരു സെക്കൻഡ്. I is equal to I1 - I2. So this is 9/2. Okay, by 18. വെയിറ്റ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വെയിറ്റ്, ഇത് 18 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 × 9 ആണ് 18. അപ്പോൾ 9 × 9 81 അല്ലേ വരിക? എത്ര വരിക നോക്കിയേ. സോ ദിസ് ഇസ് mr² ഇൻറ്റു എത്ര വന്നത്? 9/2 - 1/18. ശരിയാണല്ലോ? സോ ഇത് എത്ര വരിക? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സോ ദിസ് വിൽ ബി 40/9 mr². കിട്ടിയോടാ? സോ ദിസ് ഇസ് 40/9 mr². സോ ദ ആൻസർ വിൽ ബി A. ഓക്കെ ആണല്ലോ? മനസ്സിലായോടാ? ദാറ്റ് വിൽ ബി 40/9 mr². കിട്ടുന്നുണ്ടോ? നോക്കിയേ, ഒന്ന് നോക്കിയേ. ഒറ്റ സെക്കൻഡ്, ചെറിയൊരു എറർ ഉണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ. സോ A is equal to 40/9 mr². എല്ലാവർക്കും കിട്ടിയല്ലോടാ? ഡൗട്ടൊന്നുമില്ലല്ലോ? സോ ദാറ്റ് ഈസ് 40/9 mr². ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, ഗ്രേറ്റ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. വാട്ട് ഇസ് ഇറ്റ്? എന്താണ് അടുത്തത് നോക്കിയേ. 3 particles each of mass m gram are situated at the vertices of an equilateral triangle ABC of side L centimeter as shown in the figure. Okay, and fine. The moment of inertia of the system about a line AX perpendicular to AB in the plane of ABC in grams centimeter square units will be. ഒന്ന് കുടുങ്ങിയോ? ക്വസ്റ്റ്യൻ കണ്ടൊന്ന് പേടിക്കണ്ട. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ? അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് m ഗ്രാമാണ്. ഓക്കെ, ഇവിടെ m ഗ്രാമുള്ള 3 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, m ഗ്രാമുള്ള 3 പാർട്ടിക്കിൾ ഉണ്ട്. എന്താ ചെയ്തിട്ടുള്ളത്? ഇവരൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ആകെ അറിയുന്ന കാര്യം, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 3 സൈഡും 60 ഡിഗ്രിയാണ്, 3 സൈഡും എല്ലാണ്. അത് ഞാൻ എഴുതി. ഇനി ഒന്നും വിട്ടുപോകണ്ട നമ്മളായിട്ട്. ശരിയാണല്ലോ? ഓക്കെ. ഇനി എന്താ ചോദിച്ചേ? ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം about a line AX, ഇതാണ് AX അല്ലേ? ഇതാണ് നമ്മുടെ AX പെർപെൻഡിക്കുലർ ടു AB ഇൻ ദ പ്ലെയിൻ ABC. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഈ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ കറക്കാമെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിൾ അങ്ങനെ കറക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് 3 പാർട്ടിക്കിൾസ് ആണുള്ളത്. ശരിയാണല്ലോ? അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് A പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ B പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ C. 3 ഒബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിന് എന്ത് ചെയ്യണം? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I is equal to mr². അത് തർക്കമില്ലാത്ത ചോദ്യമാണ്. I equal to mr². സോ ദിസ് ഇസ് m ഇൻറ്റു, ഇവിടെ r എത്രയാണ്? ശ്രദ്ധിച്ചേ, ഇവിടെ m ഇരിക്കുന്നത്, A ഇരിക്കുന്നത് ഒറിജിനൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ വാട്ട് ഇസ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു 0. ദ റേഡിയസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ്
ഇനി ബി ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് എം ഇൻറ്റു എത്രയുടെ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് ഇസ് എൽ, ശരിയാണല്ലോ, ഈ ഡിസ്റ്റൻസ് എൽ ആണ്. സോ ദിസ് ഇസ് എൽ സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് ഇനി വാട്ട് ഇസ് ഐ സി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു സീൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ശ്രദ്ധിച്ചേ, സീൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, സീൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. സി എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. മക്കൾ ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കുക അല്ല, നിങ്ങൾ എടുക്കേണ്ടത് ആ മാസിൽ നിന്ന് ആ ആക്സിസിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് ഇതാണ് കിട്ടിയോടാ, അത് ഇതാണ്. ഓക്കെ ആണല്ലോ. സോ ഇത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണല്ലോ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാടാ, ഇത് 30 ഡിഗ്രി ആണ്, ശരിയാണല്ലോ. ഇത് എത്രയാണ്, ഇതപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും, ശരിയാണല്ലോ. ഓക്കെ ഫൈൻ. സോ ദിസ് ഇസ് 30 ഡിഗ്രി. സോ വാട്ട് ഹാപ്പൻസ് ദിസ് ടു ദിസ് വൺ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ എന്ത് പറ്റി, ഇതെല്ലാം ശരിയാണല്ലോ. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് 30 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് 30 ആണ്, ഇത് L ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് L cos 30 ആണ്. സംശയമുണ്ടോ ഇല്ല അല്ലേ. സോ ദിസ് ഇസ് L cos 30. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ വാട്ട് ഇസ് ദിസ് വൺ, ദിസ് ഇസ് L sin 30. ഈ L sin 30 തന്നെയല്ലേ മുകളിലെ ഈ ഡിസ്റ്റൻസും. സോ വാട്ട് ഇസ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഓൾസോ L sin 30. സോ ദിസ് ഇസ് L sin 30. L sin 30 whole square. So this is 0 plus ml square plus m into sin 30 എത്രയാ 1 by L sin 30 എത്രയാ 1 by 2. So this is sin 30 square എന്ന് പറയുമ്പോൾ 1 by 4. So this is into L square. So this is ml square plus ml square by 4, or this is 1 plus 1 by 4 times ml square, or what is this 5 ml square by 4. So this is 5 by 4 ml square or 5 ml square by 4. So that is the answer. കത്തിയോടാ കിട്ടുന്നുണ്ടോ? 5 by 4. ഓക്കെ, കറക്റ്റ്. ഇതിൻ്റെ തഗ്ഗണ്ണൻ. ഓക്കെ, പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ, തഗ്ഗണ്ണൻ. സോ തഗ്ഗണ്ണ, വാട്ട് എവർ യു സെഡ് ഇസ് റൈറ്റ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് തരാം. കാരണം എന്താ പറയുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്വഭാവമേ അങ്ങനെയാണ്. അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് ഇതെങ്ങനെ എടുത്തു തരിക എന്നുള്ളത്. കാരണം അത്യാവശ്യം ടഫായ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഫൈൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വി ആർ മൂവിങ് ഇൻ ടു സം അതർ ആസ്പെക്ട്സ് ഓഫ് തിയറി. എന്താണ് അടുത്ത് പഠിക്കാൻ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ടോർക്ക്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ടോർക്കിനെ കുറിച്ചാണ്. സോ ടെൽ മീ, വാട്ട് ഡു യു മീൻ ബൈ ടോർക്ക്? ശ്രദ്ധിച്ചേ, ഒരു ഒബ്ജക്റ്റ്, അത് ഒരു ഡോറാണെന്ന് വിചാരിക്കാം. ഒരു ഡോറുണ്ട് നിങ്ങൾക്ക് ഇവിടെ. ഓക്കെ, ഈ ഡോർ നിങ്ങൾക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇതിൽ പിടിച്ച് തുറന്ന് തള്ളിക്കൊടുക്കും. അപ്പോൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ ആ ഒരു ഡോറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു ഫോഴ്സ്, എ ഫോഴ്സ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് എ റൊട്ടേഷണൽ മോഷൻ ഇസ് കോൾഡ് എസ് ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് പറയുന്നത്? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാൻ വഹിക്കുന്ന ഒരു ഫോഴ്സിനെ നീ വിളിക്കുന്ന പേരാണ് ടോർക്ക് എന്ന് വിളിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് മേക്കിംഗ് ദിസ് ക്ലിയർ. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? സോ വാട്ട് ഡു യു മീൻ ബൈ ടോർക്ക്? ടോർക്ക് ഇസ് നത്തിങ് ബട്ട് എ ഫോഴ്സ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് എ റൊട്ടേഷണൽ മോഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡോർ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഡോർ ഞാൻ മുൻപിന്ന് തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുറക്കും. അല്ല, നിങ്ങൾ ആ ഡോർ വെച്ച് സൈഡ് നിങ്ങൾ തള്ളുകയെന്ന് വിചാരിക്കുക, തുറക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടെ സൈഡിൽ നിന്നാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമാവും. നേരെ മുൻപിൽ വന്നാൽ എളുപ്പമായി. സോ ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് ആംഗിളിൽ നിന്നാണ് ഫോഴ്സ് കൊടുക്കുന്നത് എന്നുള്ളത് റെലവൻ്റ് ആണ്. ഏത് ആംഗിളിലാണോ കൊടുക്കുന്നത്, അതായത് മാക്സിമം കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ ഫ്രണ്ടിൽ നിന്ന് തള്ളണം. ശരിയാണോ? അങ്ങനെ നിങ്ങൾ ഏത് ആംഗിളിൽ നിന്നാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ആ ആംഗിളിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡു യു ഗെറ്റ് മൈ പോയിന്റ്? ഏത് ആംഗിളാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ ആംഗിളിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് വിച്ച് ഇസ് ദ നെക്സ്റ്റ് വൺ? ആ ഒരു ഡോറ് തുറക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ചിലർ ചെയ്യുന്ന പരിപാടിയാണ്, ആ ഒരു ഹിഞ്ച് ഈ ഭാഗം, അതായത് ആ കണക്ട് ചെയ്ത ഭാഗം, ചിലർ അവിടെ വെച്ച് ഇങ്ങനെ കയ്യമർത്തും. പക്ഷേ അവിടെ വെച്ച് കയ്യമർത്തണമെങ്കിൽ നല്ല രീതിയിൽ ഫോഴ്സ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ തള്ളിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് അവിടെ വെച്ച് തുറക്കുള്ളൂ. പക്ഷേ നിങ്ങളിത് ഇങ്ങോട്ട് ദൂരേക്ക് വരുന്തോറും എന്താണ്, തള്ളാൻ എളുപ്പമാണ്. ഏറ്റവും പുറത്തെത്തി കഴിഞ്ഞാൽ ഒരൊറ്റ തള്ളിന് എന്ത് ചെയ്യുക, ചെറുതായിട്ടും തൊട്ടാത്തന്നെ എന്ത് ചെയ്യും, ആ ഡോർ അടയും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഏത് ആക്സിസിൽ നിന്നാണോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് കൂടുന്തോറും ടോർക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ എഫേർട്ടിൽ തന്നെ നിനക്ക് റൊട്ടേഷൻ കൊണ്ടുവരാൻ പറ്റും. സോ ദിസ് ഈസ് ദ ടു തിങ്. ഓക്കെ ആണല്ലോ, ഫൈൻ. So what is yes, Alina is saying like it is a rotational analog of force, so that is a right answer. Okay, so no name saying us sir nalla thallalanallo endu cheyanada rotational motion ayi poyille. So this is all about rotation alle, appo onnu neenganam ennundengil cherudayitte thalliya thanne pattullu. Okay anallo, so that is regarding the torque and the application. Okay anallo, fine. So that is regarding torque. ini enganeyana torque ഞാൻ പറഞ്ഞു ടോർക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോ എന്നൊരു ആൽഫബറ്റ് വെച്ചാണ്. സോ വാട്ട് ഈസ് ടോ ഈസ് ഈക്വൽ ടു, സോ ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോഴ്സ് എന്തായാലും വേണം. പക്ഷേ ആ ഫോഴ്സ് എത്ര സ്ഥലത്തും മാറി അല്ലെങ്കിൽ എവിടെ നിന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ദൂരം മാറി. സോ ഡിസ്റ്റൻസിന് ഇവിടെ ഒരു റോൾ ഉണ്ട്, അതുപോലെ തന്നെ ആംഗിളിന് ഇവിടെ ഒരു റോൾ ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വന്ന ഇക്വേഷനാണ് ടോ ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ആരൊക്കെ വന്നു, നമ്മുടെ ഫോഴ്സ് വന്നു, നമ്മുടെ ആംഗിൾ വന്നു, നമ്മുടെ ഡിസ്റ്റൻസും വന്നു. ഞാൻ ഡിസ്കസ് ചെയ്ത 3 ആസ്പെക്റ്റ് എന്ത് ചെയ്തു, നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. സോ ദാറ്റ് ഇസ് ടോ ഇസ് ഈക്വൽ ടു, സോ ടോ ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ വീണ്ടും എഴുതുന്നൊരു കാര്യമാണ് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. സോ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടോർക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ ടോർക്കിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക? നിങ്ങൾ അതിന് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ വേറെ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, സ്ക്രൂ റൂൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ഏത് ഡയറക്ഷനാണ് കറങ്ങുന്നതെന്ന് നോക്കുക, ആ ഡയറക്ഷനിൽ കൈ ചലിപ്പിക്കുക. ഇപ്പോൾ സപ്പോസ് ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുകയാണ്, അപ്പോൾ ആ ഡയറക്ഷനിൽ കൈ ചലിപ്പിക്കുക. എങ്ങോട്ടാണ് തമ്പ്? മുകളിലേക്ക്. സോ അങ്ങോട്ടാണ് ഫോഴ്സ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫാനിലേക്ക് നോക്കിയേ, നിങ്ങളുടെ ഫാൻ ഇങ്ങനെ ചിലപ്പോൾ കറങ്ങുന്നുണ്ടാവുക, അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നത്, അപ്പോൾ ഇങ്ങനെ ടോർക്ക്, താഴത്തേക്ക് ടോർക്ക് കിട്ടിയോടാ. സോ ഇത്രയേ ഉള്ളൂ ടോർക്കിൻ്റെ എന്താ പറയുക, നമ്മുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്, വേറെ എന്താ പറയുക ഫോർമുലാസ് ഉണ്ട്, ബട്ട് നെവർ കെയർ അബൌട്ട് ദം. ഇത്രയേ ഉള്ളൂ, ഏത് ഡയറക്ഷനാണോ കറങ്ങുന്നത് തമ്പ് പിടിക്കുക, ആൻഡ് യു ഗെറ്റ് ഇറ്റ്. ക്ലിയർ ആയോ? ഫൈൻ. സോ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ടോ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ. അപ്പം നമുക്കിവിടെ അതേപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടിയേ പറ്റുള്ളൂ, എന്നാലേ അത് ജസ്റ്റിഫൈ ആവുള്ളൂ. ഇവിടെ ഫോഴ്സിന് മാസിന് ഇക്വാലൻ്റ് എന്താ? ഐ ആണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ദി ഇക്വാലൻ്റ് ഓഫ് മാസ് ഇസ് moment of inertia. അതുപോലെ തന്നെ വാട്ട് ഈസ് ഇക്വാലൻ്റ് ഓഫ് ആക്സലറേഷൻ? ഇക്വാലൻ്റ് ഓഫ് ആക്സലറേഷൻ ഇസ് ആൽഫ, അഥവാ ആംഗുലർ ആക്സലറേഷൻ. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ, വിച്ച് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. കിട്ടിയോടാ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഗ്രേറ്റ്, ഫൈൻ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ഇൻ ടേണിംഗ് ദി ബോഡി. അതായത് ഞാൻ പറയുകയാണ്, ഒരു പെന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഈ പെന്നിന് ഇവിടുന്ന് ഇങ്ങനെ വെക്കണം. അങ്ങനെ വെക്കണമെങ്കിൽ ഞാൻ എത്ര വർക്ക് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടോ ഡി തീറ്റ. ആ ഒരു ഫോഴ്സ് ടോർക്ക് കൊടുത്ത് എത്ര ആംഗിൾ നീക്കണം, ആ ആംഗിൾ ഇൻറ്റു കൊടുത്ത ടോർക്ക്, അതാണ് എൻ്റെ വർക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു തീറ്റ ഫൈനൽ മൈനസ് തീറ്റ ഇനീഷ്യൽ. നിങ്ങളിത് തൽക്കാലം ഇവിടെ എഴുതി വെച്ചോ, സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ഡൺ കാണേണ്ടത് എന്നുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായടാ? സോ ഹൗ ഡു യു ഡു, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ അപ്പം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോമുല എഴുതി വെച്ചോ. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ വഴിവിട്ട ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് മൈറ്റ് ആസ്ക് യു പവർ കാണാൻ പറയും ചിലപ്പോൾ. സോ എങ്ങനെയാണ് നിങ്ങൾ പവർ കാണുക? പവർ ഇസ് ഈക്വൽ ടു dw by dt, അല്ലേ? പവർ ഇസ് ഈക്വൽ ടു dw by dt. സോ ദിസ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഒമേഗ. പവർ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഒമേഗ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ വർക്ക് എനർജി പവറിൽ. അതിൻ്റെ അനലോഗാണ് കേട്ടോ ടോ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നതാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ടു സീ വൈറൽ സോങ്സ് ആൻഡ് ഇസ് ഹോട്ട് ഓഫ് ഫൈല.
Asna. So happy to see you all. Okay, so that is a work done in turning the body. Okay ആണല്ലോ. അപ്പോൾ നമ്മുടെ വർക്ക് ഡണ്ണിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഗ്രേറ്റ്. എന്താണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ആംഗുലാർ മൊമെൻറ്റം. സോ എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു ഒബ്ജക്റ്റ് നീങ്ങുമ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്ന മോഷൻ. മലയാളത്തിൽ പറയാൻ ചോദിച്ചാൽ, ഒരു സാധനം നീങ്ങുകയാണെങ്കിൽ അതിന് നീങ്ങുന്നത് കൊണ്ട് അതിന് എത്ര നീങ്ങലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലിറ്ററലി ആ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ആ വെലോസിറ്റി, അല്ലെങ്കിൽ അതിനെ കളക്റ്റീവായിട്ട് നീ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നിനക്കൊരു മൊമെൻറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേസ് ഉണ്ട്, ആ ഒരു പേസാണ് മൊമെൻറ്റം. പക്ഷേ ഇത് ആംഗുലർ മൊമെൻറ്റം ആകുമ്പോൾ എന്ത് പറ്റും? ആംഗുലർ മൊമെൻറ്റം ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ? ആ ഒരു ഡിസ്റ്റൻസ്, അതായത് എത്ര ഡിസ്റ്റൻസിനാണോ കറങ്ങുന്നത് ആ ഡിസ്റ്റൻസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിന് കാണിക്കുന്നത് എൽ വെച്ചിട്ടാണ്. സോ വാട്ട് ഇസ് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ ആ ഒരു ആംഗിളും രണ്ടിനും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. കിട്ടിയോടാ? സോ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. ഒപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചു എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ശരിയാണല്ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. രണ്ടും പരസ്പര സഹോദരങ്ങളാണ്. അതായത് എന്തൊക്കെയാണോ ലീനിയർ മോഷനിൽ സംഭവിക്കുന്നത് അതെല്ലാം ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്, ഫൈൻ. സോ ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. കിട്ടിയല്ലോ? ഓക്കെ. അതുപോലെ തന്നെ ഹിയർ പി ഇസ് ഈക്വൽ ടു എം വി. അത് നിങ്ങൾക്ക് അറിയാലോ, പി ഇസ് ഈക്വൽ ടു എം വി. അതേപോലെ തന്നെയുള്ള കാര്യമാണ് എൽ ഇസ് ഈക്വൽ ടു, ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് ഐ, വിൻ്റെ സ്ഥാനത്ത് ഒമേഗ. സോ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. ശ്രദ്ധിച്ചേടാ, നിങ്ങൾ ജസ്റ്റ്, അതായത് നിങ്ങൾക്ക് ലീനിയർ മോഷൻ്റെ എല്ലാ ഇക്വേഷൻസും ഒരു ഓർഡറിൽ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രസ്റ്റ് മീ, ആംഗുലാറിൻ്റെ നിങ്ങൾക്ക് അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും. ഒരു വ്യത്യാസവുമില്ല, നമ്മൾ ഒരേപോലെ തന്നെ നീങ്ങുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗുലാർ വെലോസിറ്റി, ആക്സലറേഷൻ ആംഗുലാർ ആക്സലറേഷൻ. ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ഇതിനകത്ത് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ആംഗുലാർ മൊമെൻറ്റം. ചില സമയത്ത് വരുന്ന വല്ലപ്പോഴൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് ആംഗുലാർ ഇമ്പൾസിനെ കുറിച്ച്. സോ എന്താണ് ആംഗുലാർ ഇമ്പൾസ് എന്നൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് ആംഗുലാർ ഇമ്പൾസ്? ആംഗുലാർ ഇമ്പൾസ് നമ്മൾ ജെ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. സോ ഞാൻ മറ്റേ ഇമ്പൾസ് ഐ എന്നാണ് കാണിക്കുക. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്മോൾ ടൈം. എഫ് ഇൻറ്റു ഡി ടി ആണ് എന്ത്? നമ്മുടെ ലീനിയർ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ആംഗുലാർ ഇമ്പൾസ് എന്തായിരിക്കും? ടോ ഇൻറ്റു ഡി ടി. അവിടെ ഫോഴ്സ്, ഇവിടെ ടോർക്ക്. അത് എപ്പോൾ തൊട്ട് പറയണം? ടൈം T1 തൊട്ട് ടൈം T2 വരെയുള്ള കഥ നിങ്ങൾ പറയണം. സോ അത് നമ്മൾ പഠിച്ചു. ഇമ്പൾസ് ഇസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? ഇമ്പൾസ് വാസ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം. അങ്ങനെയാണ് നിങ്ങൾ അവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. സോ ദിസ് വിൽ ബി ദ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. കിട്ടിയോടാ? സോ ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി തന്നെ വിചാരിക്കുന്നുണ്ട്. സോ ടോ ഇസ് എ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. ഫൈൻ. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിക്കും ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോഴത്തെ നമ്മുടെ നീറ്റിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കുറച്ചുകൂടെ ടഫാവും, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് നൗ. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ടോർക്ക് എബൌട്ട് ദി ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3J Newton ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്റ്റർ ഇസ് 2k മീറ്റർ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടോർക്കാണ്. നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് R ക്രോസ് F ആണ്. ഓക്കെ, R തന്നിട്ടുണ്ട്. R ഇസ് ഈക്വൽ ടു 2k ക്യാപ്. F തന്നിട്ടുണ്ട്. F ഈസ് 3J ക്യാപ്. അപ്പോൾ R തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ F തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയാടാ പറഞ്ഞേ? ടോർക്ക് ഇസ് ഈക്വൽ ടു 2k ക്യാപ് ക്രോസ് 3J ക്യാപ്. ശരിയാണല്ലോ? സോ ദാറ്റ് ഇസ് 6 ഇൻറ്റു വാട്ട് ഈസ് K ക്രോസ് J? പറഞ്ഞേ, വാട്ട് ഈസ് K ക്രോസ് J? K ക്രോസ് J എത്രയാടാ പറഞ്ഞേ? K ക്രോസ് J എത്രയാ? J ക്രോസ് K ആണെങ്കിൽ I വരും, IJK. I ക്രോസ് J ആണെങ്കിൽ K വരും, J ക്രോസ് K ആണെങ്കിൽ I വരും. ഇനി ഇത് തിരിച്ചു പോവുകയാണെങ്കിൽ എന്ത് പറ്റും?
ഇതിന് ഓപ്പോസിറ്റ്, അതായത് കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ -i വരും. സോ ദിസ് ഇസ് -i cap ന്യൂട്ടൺ മീറ്റർ. സോ ദിസ് ഇസ് -6i cap ന്യൂട്ടൺ മീറ്റർ. കിട്ടിയോടാ? സോ ദിസ് ഇസ് -6i cap ന്യൂട്ടൺ മീറ്റർ. ആൻസർ ഇസ് C. C is the right answer. Who said it? Geetu said it, Archana said it, Nantana, Dr. Ashifa, Fasna, and doctors ഒക്കെ ഉണ്ട് അതിനുള്ളിൽ. യാരി, അഷ്ന, ഫാത്തിമ സഹറ. ഓക്കെ, യു ഓൾ സെഡ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഷീ സെഡ് ലൈക്ക് ആഷിഫ ഇപ്പം തന്നെ ഡോക്ടർ എന്നൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഷോസ് ഹൗ മച്ച് കോൺഫിഡൻറ്റ് യു ആർ. ഇത് എപ്പോഴും നിങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ എത്തും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ ഡോക്ടർ ആകുമോ എന്ന് വിചാരിച്ചിരുന്നാൽ യു വിൽ നെവർ ബിക്കം എ ഡോക്ടർ. ബട്ട് ഞാൻ ഡോക്ടറായി, അതിലേക്കുള്ള ഒരു ചെറിയ എക്സാം മാത്രമാണ് നീറ്റ്. ആ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യണം, കാരണം ഞാൻ ഡോക്ടറാണ്. ആ ഡോക്ടർ ആവണമെങ്കിൽ, ആ ഡോക്ടറിന് 5 വർഷം എനിക്ക് പഠിക്കണമെങ്കിൽ ആ നീറ്റ് ക്ലിയർ ചെയ്യണമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്യും. നമുക്ക് അത്രയും ആഗ്രഹമുള്ള കാര്യങ്ങൾ, അത് വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും. അത് അത്രയും ആഗ്രഹത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്കത് കിട്ടും. കാരണം നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാനില്ല. എല്ലാ ദിവസവും ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലാത്തവർ അവരോട് തന്നെ പറയും എനിക്കിത് കിട്ടും, ഇതെനിക്കുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ചേരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്റ്റിൽ 60 പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടു ഓൾ ദോസ് 60 പീപ്പിൾ, അതുപോലെ തന്നെ ബാക്കി ഇത് പിന്നെ കാണാൻ പോകുന്ന എല്ലാവരോടും, ട്രസ്റ്റ് മീ, യുവർ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്. ഒരു ദിവസം, അതെന്നാന്ന് എനിക്കറിയില്ല, ചിലവർക്കത് വളരെ അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത് തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. ഈ ഒരു നീറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഇഷ്ടപ്പെട്ട ഒരു സീറ്റ് നിങ്ങൾക്കത് കിട്ടും. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളിൽ വിശ്വസിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഇതന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. സോ അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല വ്യത്യാസം. അവർക്ക് കിട്ടുന്നത് നിങ്ങൾക്കും കിട്ടും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടാണ് നിങ്ങൾ എത്ര മുകളിലേക്ക് എത്തും എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഞാൻ അധികം പറയുന്നില്ല. all your works, all your things will definitely get paid off one day. അത് ഒറ്റയടിക്ക് കിട്ടണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. ഗ്രേറ്റ്, പോട്ടെ. അത് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ദ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. വാട്ട് ഈസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ? ശ്രദ്ധിച്ചേ, ഒരു ഒബ്ജക്റ്റ് ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന് രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്. ആദ്യത്തത് എന്താണ്? ഇതിന് ഇവിടുന്ന് പോയി ഇവിടെ എത്തും, ഒരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് അതിൻ്റെ ടോട്ടൽ എനർജി തന്നത്. ആദ്യത്തത് അതിൻ്റെ മോഷൻ കാരണം അതിനൊരു 12 mv² പറഞ്ഞൊരു എനർജി ഉണ്ട്. ശരിയാണല്ലോ? സോ E is equal to 12 mv². പ്ലസ് അടുത്ത കാര്യം എന്താണ്? പ്ലസ് കിട്ടുന്നത് എന്താണ്? അതിൻ്റെ കൂടെ കിട്ടുന്ന വേറെ കാര്യം എന്താണ്? അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ റൊട്ടേഷൻ കാരണം ഒരു എനർജി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് 12 I omega². ശരിയാണല്ലോ? സോ ദിസ് ഇസ് 12 mv² പ്ലസ് 12 I omega². ഓക്കെ ആണല്ലോ? E is equal to 12 mv² പ്ലസ് 12 I omega². പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. ആൻസർ ഹാവ് ആസ്ക്ഡ്, ഹാർഡ് വർക്ക് ചെയ്യാതെ എവിടെയെങ്കിലും എത്താനാവുമോ സർ? അത് ഞാൻ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. നീ ജസ്റ്റ് നിൻ്റെ അടുത്ത് MBBSനും അല്ലെങ്കിൽ IITs NITസിലൊക്കെ അഡ്മിഷൻ എടുത്തവരോട് ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാക്രിഫൈസോ ഒരു വർക്കോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? ട്രസ്റ്റ് മീ, ഉയർന്ന പൊസിഷൻ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ കഥ അവർക്ക് നിങ്ങളോട് പറയാനുണ്ടാവും. അത് ഞാനിവിടെ ഇപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കഥ പറയാൻ വേണ്ടി വന്നതല്ല. എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾ എവിടെ കണ്ടാലും, അതൊരു ബിസിനസ്മാൻ ആണെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലും ഒരു എൻജിനീയർ ആണെങ്കിലും ഒരു പൈലറ്റ് ആണെങ്കിലും അവരൊക്കെ ജീവിതത്തിൽ ഒരു തവണ, അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ ഒരിക്കലും ഇതുവരെ അനുഭവിക്കാത്തൊരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ട്. ചിലവരത് ഉറക്കം കളഞ്ഞിട്ടായിരിക്കും, ചിലർ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ കല്യാണം വേണ്ട പറഞ്ഞ് പഠിച്ചിട്ടായിരിക്കും, ചിലവർ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാ. ബുദ്ധിമുട്ടില്ലാണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടപ്പെടാണ്ട് എന്നൊക്കെ പറയില്ലേ, ബുദ്ധിമുട്ടാണ്ട് ഈ ലോകത്ത് നല്ല ഒന്നും ആർക്കും വന്നു ചേർന്നിട്ടില്ല. അങ്ങനെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അധികകാലം നിന്നിട്ടുമില്ല. കഷ്ടപ്പെട്ട് നേടുന്നതായിരിക്കും എപ്പോഴും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അങ്ങനെയുള്ള എല്ലാവരും അത് പിന്നെ അവർക്ക് തന്നെ വാല്യൂ അറിയും, അവരനുസരിച്ച് പഠിക്കും. അതിൻ്റെയൊക്കെ സന്തോഷം
പ്രോബബ്ലി നിങ്ങൾക്ക് ആ നീറ്റ് കിട്ടിക്കഴിഞ്ഞ് പഠിച്ച നീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഹൗ മച്ച് ഹാപ്പിനെസ് യു ക്യാൻ ഗെറ്റ് വെൻ യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ തിങ്സ്. പോട്ടെ, അതൊക്കെ നമുക്ക് പോകാം. നമുക്കിപ്പോൾ നമ്മൾ റൊട്ടേഷൻ പഠിക്കാൻ വന്നതാണ്. വീണ്ടും നമ്മൾ ഇതിലേക്ക് പോയല്ലോ. ഉപദേശമൊക്കെ ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ബാക്കിയുണ്ടോ നിങ്ങൾക്ക് വേണ്ട അത്രയും ഉപദേശമുണ്ട്. ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് വാട്ട് ഇസ് ഐ? നമുക്കറിയാം ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ, റേഡിയസ് ഓഫ് ഗൈറേഷൻ പഠിപ്പിച്ചപ്പോൾ. ദിസ് ഇസ് എം കെ സ്ക്വയർ ഇൻറ്റു നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ശരിയാണല്ലോ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ വാട്ട് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ. സോ ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ പറ്റിയത്? ഇതിനകത്ത് നിന്ന് ഹാഫ് എം ബി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എന്താ, ഇതിനകത്ത് നിനക്ക് ഹാഫ് എം വി സ്ക്വയർ പുറത്തെടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ പുറത്തെടുത്താൽ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി വെൻ ദിസ് ബിക്കംസ് എ ലീനിയർ മോഷൻ, ഇത് നിങ്ങൾക്ക് ഏതൊരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നിങ്ങളത് എന്താ പറയുക, സിമ്പിളായിട്ട് അതായത് ജസ്റ്റ് ഒരു ലീനിയർ മോഷൻ ആകുമ്പോൾ ഇവിടെ കെ 0 ആവും. കാരണം അതിനെന്തില്ല, ഒരു റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇല്ല. അപ്പോൾ ഇത് 0 ആയി. അപ്പോൾ എന്തായി, 1 പ്ലസ് 0 1 ആയി. 1 ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 ഹാഫ് എം വി സ്ക്വയർ. ആൻഡ് ദാറ്റ് ഇസ് ദി ടോട്ടൽ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ്. കിട്ടിയല്ലോ. ഫൈൻ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, അടുത്ത കാര്യം എന്താ, വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? എന്താണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിനകത്ത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സ്ഥിരം ഡയലോഗ് എന്താണ്, ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് കൺസേർവ്ഡ്. ശ്രദ്ധിക്കുക, തുടക്കത്തിലുള്ളതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L1 ആണ്, ഒടുക്കത്തിലുള്ളതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L2 ആണെങ്കിൽ L1 വിൽ ബി ഈക്വൽ ടു L2. കാരണം എന്താ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, അത് അതിൻ്റെ പേസിലാണ് കറങ്ങുന്നത്. സോ L1 ഇസ് ഈക്വൽ ടു L2. ഇതിന് കാരണം എന്താ, ടോ ഇസ് ഈക്വൽ ടു 0 കേട്ടോ. ഇതിനകത്ത് ടോർക്ക് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ, I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2. ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ ഒരു മനോഹരമായൊരു റിലേഷൻ ഞാൻ കാണിച്ചു തരാം. I1 ബൈ I2 ഇസ് ഈക്വൽ ടു ω2 ബൈ ω1. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സപ്പോസ് ചില സമയത്ത് ചോദിക്കുക എത്ര ടേൺസ്, അതായത് ആദ്യം 5 ടേൺസ് പിന്നെ 10 ടേൺസ് അങ്ങനെ പറയും, രണ്ട് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് N2 ബൈ N1 അല്ലെങ്കിൽ നമ്പർ ഓഫ് മാസസ് N2 ബൈ N1. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു ടോട്ടൽ ടൈം ടേക്കൺ T1 ബൈ T2. I1 by I2 is equal to ω2 by ω1 is equal to N2 by N1 is equal to T1 by D2. Okay. Drink some water. Okay, fine. എൻ്റെ വോയിസ് എന്താ ക്രാക്ക് ആവുന്നുണ്ടോ? I'll drink some water. ഒന്നുമില്ലടാ, ശബ്ദം കുറച്ച് അധികം. ഒന്നാമത് ഐ തിങ്ക് AC ഒന്ന് അധികം തണുത്തിട്ടുണ്ട്, അതിൻ്റെയാണ്. I'll just slow down. Okay. Okay, fine. So what is this? I1 by I2 is equal to ω2 by ω1 is equal to N2 by N1 is equal to T1 by T2. You got it right. ഇനി നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് റൊട്ടേഷൻ മോഷൻ ഇക്വേഷൻസ് ഉണ്ടോ? ഇക്വേഷനിൽ ഇപ്പോൾ ഇത്രയും നേരം സാർ എഴുതിയത് അങ്ങനെയല്ല. V ഈക്വൽ ടു U പ്ലസ് AT, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. അതുപോലെ നിങ്ങൾക്ക് ഇക്വേഷൻസിനുണ്ടോ റൊട്ടേഷൻ മോഷന്? ഉണ്ടടാ, ഉണ്ട്. അത് നമുക്ക് ഇതും തന്നെ എടുക്കാം. V ഈക്വൽ ടു U പ്ലസ് AT, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്ക് ലൈവായിട്ട് ഇപ്പം ഉണ്ടാക്കാം, നോക്കിയിരുന്നോ? V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ UV പറഞ്ഞ പരിപാടിയില്ല, ω1 ω2. ഇവിടെ ആക്സലറേഷൻ അല്ല, എന്താണ്, ആംഗുലാർ ആക്സലറേഷനാണ്. ടൈം തന്നെയാണ്.
ഇവിടെ ഡിസ്റ്റൻസ് ആണോ? അല്ല. എത്ര ആംഗിൾ കവർ ചെയ്തു? നേരത്തെ നമ്മൾ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ കവർ ചെയ്തു? സോ ഇറ്റ് ഇസ് തീറ്റ. യു എത്രയാ? ω1 t ഹാഫ് ആൽഫ ടി സ്ക്വയർ. വി സ്ക്വയർ ഈസ് ω2 സ്ക്വയർ ω1 സ്ക്വയർ 2 ആൽഫ എസ്. വി ഗോട്ട് ദി ഇക്വേഷൻ. എഴുതിക്കോളാം. ω2 is equal to ω1 plus alpha t. First equation. Second equation, theta is equal to ω1 t plus half alpha t square. Equation number 2. Third equation, ω2 square is equal to ω square 1 plus 2 alpha s. 2 alpha theta. 2 alpha theta. So ω2 square is equal to ω1 square plus 2 ആൽഫ തീറ്റ. ഒപ്പം തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എത്ര ആംഗിൾ കവർ ചെയ്തു ബേസ്ഡ് ഓൺ സെക്കൻഡ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണത്? യു ടി പ്ലസ് എ ബൈ 2 ഇൻറ്റു എൻ മൈനസ് 1. ഈ ഫോമുല കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. യു ടി പ്ലസ് എ ബൈ 2 ഇൻറ്റു എൻ മൈനസ് 1. വലിയ അപ്ലിക്കേഷനൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. തീറ്റ nth is equal to ω1 t പ്ലസ് ആൽഫ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1 ആട്ടോ. സോ ഈ 4 ഇക്വേഷനാണ് എന്തുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ω2 is equal to ω1 plus alpha t, theta is equal to ω1 t plus half alpha t square, ω2 square is equal to ω1 square plus 2 alpha theta, theta nth is equal to ω1 t plus alpha by 2 into 2n minus 1. കിട്ടിയല്ലോ? യെസ്, ഓർഡർ ഓഫ് എ സെൽ സെറ്റ്. അത്ര ഉള്ളൂടാ. നമ്മൾ വെലോസിറ്റി എടുക്കുന്നു, ആങ്കുലർ വെലോസിറ്റി ആക്കുന്നു. ആക്സലറേഷൻ എടുക്കുന്നു, ആങ്കുലർ ആക്സലറേഷൻ ആക്കുന്നു. ടൈമായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ ആക്കി എടുക്കുന്നു. ആൻഡ് ദാറ്റ്സ് ദ ഈസിയസ്റ്റ് തിങ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റൊട്ടേഷനും ഈ ലീനിയറൊന്നും രണ്ടും രണ്ടല്ല. ഇറ്റ്സ് ഓൾ ദി സെയിം. എല്ലാം ഒന്നാണ്. നിങ്ങൾ ആകെ ആ ഒരു ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പഠിച്ചാൽ മാത്രം മതി. വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് റൊട്ടേഷൻ ഈസി ആയിട്ട് വരുന്നുണ്ടോ? റൊട്ടേഷൻ ഈസി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഈസി ആവുന്നുണ്ട്, അല്ലെങ്കിൽ യെസ് സർ ഐ എം ഫീലിംഗ് മച്ച് മോർ ഹാപ്പി. അങ്ങനെയാണ് എനിക്കും. ഐ വിൽ ബി സോ ഹാപ്പി ടു ലേൺ ദാറ്റ് ഓൾസോ. കാരണം നിങ്ങളുടെ റെസ്പോൺസ്, അതായത് ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുകയാണ് അല്ലേ. സോ വാട്ട് എവർ യു സീ യു വിൽ ബി ഡൂയിങ് ഇറ്റ്. ഓക്കെ. ഫോർത്ത് ഇക്വേഷൻ വൺസ് മോർ സർ. ഫോർത്ത് ഇക്വേഷൻ വേറെ ഒന്നും അല്ലടാ. ഫോർത്ത് ഇക്വേഷൻ യൂഷ്വലി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താണ് an ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോൾ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ആൻ ആക്സിസ് വിത്ത് ആൻ ആംഗുലർ ആക്സലേഷൻ ആൽഫ. ഓക്കെ. അപ്പോൾ അവർ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ആംഗുലർ ആക്സലറേഷൻ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നാലാമത്തെ സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇത് മാത്രമല്ല, ഇപ്പോൾ n ചിലപ്പോൾ റിങ്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്പ്രിങ് ഒക്കെ ഇട്ട് കറക്കും. അപ്പോൾ ആ സ്പ്രിങ്ങിൽ എത്ര ടേൺ ഉണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ ആ ടേൺ എണ്ണിയിട്ട് അവിടെ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കിട്ടിയോടാ? ഓക്കെ ഫൈൻ. സോ എല്ലാവരും യെസ് ചെറിയ കോൺഫിഡൻസ് ആവുന്നുണ്ട്. ഫീലിംഗ് മച്ച് മോർ ഈസി. സോ ദാറ്റ് ഈസ് സോ ഹാപ്പി ടു നോ. കാരണം മെയിൻ കാര്യം എന്താ പറയുക, എനിക്ക് ആകെ തന്നിട്ടുള്ളത് ഇറ്റ്സ് ജസ്റ്റ് 2 hours. 2 hours ഇല്ല, 1.5 മണിക്കൂറാണ്. ഐ പ്രോബബ്ലി ടേക്ക് ടിൽ ഒരു 12 വരെ ഞാൻ ചിലപ്പോൾ നിങ്ങളെ പിടിച്ചെടുത്തും. വേറെ ഒന്നിനുമല്ല, ഈ ചാപ്റ്റർ ഇതേപോലെ വൃത്തിയാക്കി തീർക്കാനാണ്. നല്ല ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. സോ എല്ലാവരും ഒരു കോഫി എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ചെറിയ കോഫിയൊക്കെ റെഡിയാക്കിക്കോ. എനിക്ക് വരുത് അമ്മയോട് പറയാം, അമ്മ ഒരു കോഫി വേണം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് നടക്കുകയാണ്, ഒരു 45 minutes കൂടെ ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഫൈൻ, ഗ്രേറ്റ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ ബോഡി റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അത് ഇനിയാണ് ഈ സ്ലിപ്പിങ്ങും റോളിങ്ങും പിള്ളേർക്ക് ദേഷ്യം. വേറെ ഒന്നുമില്ല, ഇതും എളുപ്പമാണ്. ഇപ്പം ശരിയാക്കി തരാം സാർ കേട്ടോ. ഈ ഒരു സാധനം റോൾ ചെയ്യാണ്, ഉരുണ്ട് പോവാണ്. എന്താണ്? ഉരുണ്ട് പോവാണ്. ഇത് ഉരുണ്ട് പോവാണ്, സ്ലിപ്പ് ചെയ്യുന്നില്ല. സ്ലിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? സ്ലിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഇത് ഇങ്ങനെ അങ്ങ് പോകും, ജസ്റ്റ് നിരങ്ങിപ്പോവും. നിരങ്ങിപ്പോയ പ്രശ്നം എന്താ? റൊട്ടേഷണൽ മോഷൻ മാറി ട്രാൻസ്ലേഷനായി നമ്മുടെ കാൽക്കുലേഷൻ തെറ്റി. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ ന്യൂട്ടോണിയൻ ഫ്രെയിം. ന്യൂട്ടൺ അങ്ങനെ ഒരു കുറച്ച് നിയമങ്ങളുണ്ട്, പോട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കറങ്ങുമ്പോൾ എന്ത് പറ്റും? ഇത് കറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആദ്യം ഇതിന് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ പോകുന്നതാണ്. പ്ലസ് ഇ ഡ്യൂ ടു റൊട്ടേഷണൽ. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ u + ½ × 2n - 1 അത് തന്നെയാണല്ലോ? ശരിയാണല്ലോ? ഓക്കെ ഫൈൻ. സോ
സോ വാട്ട് ഈസ് ദിസ്? സോ ഇ ഈസ് ഈക്വൽ ടു ഇ ടി പ്ലസ് ഇ ആർ അല്ലേ? ഒന്നാമത്തെ എന്താണ്? അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതായത് ട്രാൻസ്ലേഷൻ കാരണം ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷൻ കാരണം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ ടോട്ടൽ ഇക്വേഷൻ ഞാൻ അവിടെ എഴുതി തന്നു. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. റിപ്പീറ്റ് അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. കിട്ടിയല്ലോ, കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ചോദിക്കും, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി, അതും അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ബൈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. 3 കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ആദ്യത്തേത് ഇ ട്രാൻസ്ലേഷണൽ ബൈ ഇ റൊട്ടേഷണൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതേ ഉള്ളൂ. ഇത് ടോട്ടൽ എനർജി, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ, ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഐന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എം കെ സ്ക്വയർ കൊടുക്കാം, ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം? വി ഈക്വൽ ടു ആർ ഒമേഗ. നമ്മൾ തൊട്ട് ചെയ്ത അതേ സാധനം അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇ ടി ബൈ ഇ ആർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇ ആർ ബൈ ഇ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. കിട്ടിയോടാ? ഇ ആർ ബൈ ഇ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അതുപോലെ തന്നെ ഇ ടി ബൈ ഇ ആർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. 3 ഇക്വേഷനാണ്. One is translational by rotational, next one is rotational by total, third this one is translational by total. First one is translational by total, second is rotational by total, and the third one is total by rotational. Kittiyallo? Fine. Sir, ut allallo, u maatralle ullu. Wait. Yeah, that is that's u itself. That is u. Yeah, u itself. Just u മാത്രമേ. So omega 1 plus like alpha by 2 into 2n minus 1. Sorry, so that is omega 1 plus alpha by 2 into 2n minus 1. ചെറിയ എറർ വന്നാണേ, കറക്റ്റ് ചെയ്യട്ടോ. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞു. ഇനി കുറച്ച് വാല്യൂസ് ഉണ്ട്, അതായത് കെൻ്റെ കുറച്ച് വാല്യൂസ് ഇൻ ടേംസ് ഓഫ് റേഡിയസ്. അത് ചില സമയത്ത് നിങ്ങളോട് ചോദിക്കാറുണ്ട്, കണ്ടുപിടിക്കാനാണ് പറയുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് തരാം. ഒന്നാമത്തത് എഴുതിക്കോ, സർക്കുലർ റിങ് അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ. കേട്ടോടാ, സർക്കുലർ റിങ് അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ. ഇവരാണെങ്കിൽ കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ? കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് സർക്കുലർ ഡിസ്ക് ഓർ സോളിഡ് സിലിണ്ടർ. സർക്കുലർ ഡിസ്ക് ഓർ സോളിഡ് സിലിണ്ടർ. ഇവിടെ കെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് പഠിച്ചിരിക്കാം. മൂന്നാമത് ഹോളോസ്ഫിയർ ആണ്. ഹോളോസ്ഫിയർ ആണെങ്കിൽ എന്താ? കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r സ്ക്വയർ ബൈ 3 ആണ്. ആൻഡ് വാട്ട് ഈസ് സോളിഡ് സ്ഫിയർ? സോളിഡ് സ്ഫിയർ എത്രയാടാ? സോളിഡ് സ്ഫിയർ എത്രയാ? കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r സ്ക്വയർ ബൈ 5. 2r സ്ക്വയർ ബൈ 5. ഓക്കെ, സോ ഇത് ജസ്റ്റ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ നോക്കണ്ട. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ ഡോക്ടറാവും, അതുകൊണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ്. ഓക്കെ, ഫൈൻ. സോ ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ, ഞാൻ പറഞ്ഞതാണ്. സോ അങ്ങനെ എഴുതി മരുന്നെഴുതി ശീലമായതുകൊണ്ടായിരിക്കണം ഇങ്ങനെയാണ് ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ്. ആദ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു കേട്ടോ, അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് എഴുതായിരുന്നു. നൗ ഇറ്റ്സ് ഗെറ്റിംഗ് മെസ്സി. എനിക്ക് എന്താ അറിയില്ല, ഇറ്റ്സ് ഗെറ്റിംഗ് മെസ്സി. സോ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കെ വാല്യൂ ഓഫ് ഫ്യൂ റിജിഡ് ബോഡീസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പഠിക്കാം. നമുക്ക് പണ്ട് ആവശ്യമുണ്ടായിരുന്നു, ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ റോളിംഗ് ബോഡി വെൻ ഇറ്റ് ഈസ് റോൾഡ് ഔട്ട്? അതായത് മലയാളത്തിൽ പറയാം, എളുപ്പത്തിലാക്കി തരാം. ഒരു ബോഡി ഇവിടുന്ന് ഉരുട്ടി വിടുകയാണ്, h ഹൈറ്റിൽ നിന്ന് വിടുകയാണ്. താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര? ഇതാണ് വെലോസിറ്റി.
റൂട്ട് ഓഫ് 2gh ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. സോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് പെട്ടെന്ന് പഠിക്കാനില്ല. ഫാത്തിമത്ത് സാർ ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആണോ? ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് അല്ലടാ. ഈവൻ ഇൻ ഡോപ്പ വി ഹാവ് ലോട്ട് ഓഫ് നോട്ട്സ്. ഡോപ്പ റിപ്പീറ്റിന് നോട്ടുണ്ട്, ക്യാപ്സ്യൂളിന് സെപ്പറേറ്റ് നോട്ടുണ്ട്. സോ ദിസ് വാസ് സംതിങ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ റാൻഡമായിട്ട് എനിക്ക് തോന്നി 1-2 വേർഡ്സ് കൂട്ടിച്ചേർത്ത്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ നോട്ട് ഫോർ യൂസ് അല്ലേ. ഇത് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നല്ലാണ്ട് ഇതന്നെ നമുക്ക് പഠിച്ചവർക്കറിയാം. എനിക്ക് ഇനി ഞാൻ ഈ ഒരു എഴുതിയ PDF I'll just share it among you, no issues കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. അടുത്ത കാര്യം ഫ്രിക്ഷൻ ഇൻ റോളിംഗ്. ഇത് ഇടയ്ക്ക് ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ അവർ നിങ്ങൾക്ക് ഇട്ടുതരാൻ സാധ്യതയുള്ള കാര്യമാണ് ഫ്രിക്ഷൻ ഇൻ റോളിംഗ്. സോ എന്താണ് ഫ്രിക്ഷൻ ഇൻ റോളിംഗ്? അതായത് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിലൂടെ ഇങ്ങനെ ഉരുണ്ട് പോവാണ്. അങ്ങനെ ആകുമ്പോൾ അത് സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ശരിയാണല്ലോ. കാരണം അതിങ്ങനെ തെന്നിപ്പോവാം. അങ്ങനെ തെന്നിപ്പോവാണ്ടിരിക്കണമെങ്കിൽ ആ സർഫസിന് എന്ത് വേണം? ഒരു ഫ്രിക്ഷൻ വേണം, ശരിയാണല്ലോ. ആ സർഫസിന് എന്ത് വേണം? ആ സർഫസിനൊരു ഫ്രിക്ഷൻ വേണം. അപ്പം അങ്ങനെയുള്ള ഫ്രിക്ഷൻ, അതായത് ദാറ്റ് ഫ്രിക്ഷൻ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ യൂണിഫോം റൊട്ടേഷൻ. ഓക്കെ, സ്ലിപ്പ് ആവാണ്ട് അത് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ബോളിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫ്രിക്ഷൻ ആണ് എന്ത്? ആ ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ദ മിനിമം ഫ്രിക്ഷൻ. മ്യൂ മിനിമം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. മ്യൂ മിനിമം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. കിട്ടിയോടാ? മ്യൂ മിനിമം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഫൈൻ. Mu minimum is equal to tan theta by 1 plus r square by k square. Okay ആണല്ലോ, great. So that is regarding the friction in rolling. Okay ആണല്ലോ, great. So WhatsApp ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമോ? ഓക്കെ, ഫൈൻ. ഒരു ഹില്ലിൽ നിന്നും കുറേ ബോഡീസ് റോൾ ചെയ്താൽ ആദ്യം ഏതെത്തും? നൈസ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ടോട്ടലി ഓൺ ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതിനാണോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറവ്, അതായത് ഇപ്പോൾ ഒരു സ്ഫിയർ ആണെങ്കിൽ സ്ഫിയർ വിൽ ബി ഹാവിങ് ദി ഒബ്വിയസ്, ഏറ്റവും പെട്ടെന്ന് എത്തുന്നതായിരിക്കും സ്ഫിയർ ആയിരിക്കും. അത് നമുക്ക് ആ ഒരു ഒബ്ജക്ട്സ് വെച്ച് കമ്പയർ ചെയ്ത് അതിൻ്റെ വെലോസിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പണ്ട് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ബട്ട് ഐ തിങ്ക് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി സീ കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ ആണല്ലോ. സൽമാൻ ഖാൻ ഇസ് ആസ്കിങ് വാട്ട് ലാംഗ്വേജസ് ഇസ്. ഐ ഡോണ്ട് ഹാവ് ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ, we are coming into the questions. ഇനി അങ്ങോട്ട് ഐ തിങ്ക് തിയറി ഈസ് ഒഫീഷ്യലി ഓവർ. ഓക്കെ, അൺഒഫീഷ്യലി ഒഫീഷ്യലി എങ്ങനെയാണെങ്കിലും വിചാരിക്കാം. തിയറി ഫോർ ദിസ് ചാപ്റ്റർ ഇസ് ഓവർ. സോ തിയറി നോക്കി വന്നവർക്കും ഓക്കെ ഐ ക്യാൻ സേ ദാറ്റ് യു ആർ ഡൺ. ബട്ട് ഇനിയാണ് നമ്മൾ ആക്ച്വൽ തിയറി തുടങ്ങുന്നത്. ഇപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള തിയറി കാണാൻ പോകുന്നത്. എന്താണ് ഇനി? ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊന്ന് മാറും, ഒന്ന് സ്റ്റാൻഡേർഡ് ആവും. ഓക്കെ ആണല്ലോ. എ മാസ് എം മൂവ്സ് ഇൻ എ സർക്കിൾ on a smooth horizontal plane with velocity v0 at radius r0. ഓക്കെ ആണല്ലോ. സോ ഒരു മാസ് ഉണ്ട്, ഇതാണ് മാസ്, കണ്ടോളാം, ഇതാണ് ആ മാസ്. ഈ മാസ് എന്ത് ചെയ്യാണ്? ഒരു റൗണ്ടിൽ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ ഇതെന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി v0യും റേഡിയസ് r0 ആണ്. ഇനി എന്താ ചെയ്യുന്നത്? ഈ മാസ് ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് താഴെ ഒരു ഓട്ടയുണ്ട്, ആ ഓട്ടയിലൂടെ സ്ട്രിങ് താഴത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് നേരെ അങ്ങ് താഴത്തേക്ക് ഇടുന്ന സമയത്ത് എന്ത് പറ്റി? ഈ ഒരു സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് കാരണം r0 എന്നുള്ള റേഡിയസ് r0/2 ആയി കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി നൗ എന്നാണ് ചോദ്യം. അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് എന്നുള്ളതാണ് എന്ത് നമ്മളോട് ഇപ്പോൾ ഇവർ ചോദിച്ചിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ. ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? നമ്മളിത് ഇടുന്ന സമയത്ത് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഇസ് ഇവിടെ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് കൺഫേംഡ്. കാരണം ഇതങ്ങനെ ഇടുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അല്ലേ, ആ സിസ്റ്റത്തിനിടയിലാണ് ചേഞ്ച് വരുന്നത്. സോ MVR is equal to MV-R'. അപ്പം തന്നെ വെട്ടാം, സെയിം മൊമെൻ്റ് ആണ്, വെലോസിറ്റി റേഡിയസ് ആണ് മാറുന്നത്. സോ ഇനീഷ്യലി V0 R0 ആണ്. അത് പിന്നെന്തായി? പിന്നെ അത് V പറഞ്ഞൊരു എന്താണ് ഫൈനൽ വെലോസിറ്റിയിലേക്ക് വരികയാണ്. അതിൻ്റെ റേഡിയസ് R0/2 ആണ്. അപ്പോൾ R0 വെട്ടിപ്പോയി. V is equal to 2V0.
V is equal to 2V0 കിട്ടിയോടാ. V is equal to 2V0 മനസ്സിലായല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. V is equal to 2V0. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി K0 എന്ന് എടുക്കുകയാണ്, ഫൈനൽ കൈനറ്റിക് എനർജി K എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് എം V0 സ്ക്വയർ ബൈ ഹാഫ് എം V സ്ക്വയർ കിട്ടിയോടാ. അങ്ങനെ നമുക്ക് കൈനറ്റിക് എനർജി എടുക്കാൻ പറ്റുള്ളൂ. K0 is equal to ഹാഫ് എം V0 സ്ക്വയർ ബൈ ഹാഫ് എം V സ്ക്വയർ. ഹാഫ് എം വെട്ടിപ്പോയി കിട്ടിയോടാ. സോ ദിസ് ഇസ് V0 ബൈ V ദി ഹോൾ സ്ക്വയർ കിട്ടിയോ. ദിസ് ഇസ് V0 ബൈ V ദി ഹോൾ സ്ക്വയർ. സോ ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് V0 is equal to. സോ ഇവിടെ നമുക്കറിയാം ഇവിടെ V is equal to, ഇപ്പോൾ ദിസ് ഇസ് K0 ബൈ K അല്ലേ. സോ വാട്ട് ഇസ് K ബൈ K0? K ആണ് നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കാണേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V ബൈ V0 ദ ഹോൾ സ്ക്വയർ. V എന്ന് പറയുന്നത് 2V0 ബൈ V0. നമ്മൾ ഓൾറെഡി പറഞ്ഞു V എന്ന് പറയുന്നത് 2V0 ആണ്. അപ്പോൾ അത് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അഥവാ കൈനറ്റ് K ബൈ K0 ഇസ് ഈക്വൽ ടു 4 implicates K is equal to 4K0. അഥവാ കൈനറ്റിക് എനർജി എത്ര ടൈം ആയടാ? കൈനറ്റിക് എനർജി എത്ര ടൈം ആയി? ദ ഫൈനൽ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി is ഇവിടെ പോയി കൈനറ്റിക് എനർജി വെയിറ്റ് വെയിറ്റ് ഇതിലെന്തോ ഇതുണ്ടല്ലോ. ഓക്കെ 4 ടൈംസ് കൈനറ്റിക് എനർജി ആണ്. പക്ഷേ ഇവിടെ MV0 സ്ക്വയർ തന്നെ വീണ്ടും കുടുങ്ങിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഉത്തരമായില്ല. ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് എം V0 സ്ക്വയർ. ഓക്കെ, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം V സ്ക്വയർ അല്ലേ. അപ്പോൾ ഹാഫ് എം V0 സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2M V0 സ്ക്വയർ. അപ്പോൾ ആൻസർ എത്രയാടാ? 2M V0 സ്ക്വയർ. എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ആൻസർ എ. ആരാ കറക്റ്റ് ആൻസർ പറഞ്ഞേ? ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഏതാ പറഞ്ഞേ? സോ ദാറ്റ് ഈസ് എ. സോ ഈ ക്വസ്റ്റ്യൻ എന്താ ക്യാൻസൽ ചെയ്തത്? നന്ദരാസ്മി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ അല്ല ക്യാൻസൽ ചെയ്തത്, ഈ എക്സാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്തോ ഇഷ്യൂസോ ലീക്കായ ഇഷ്യൂസോ അങ്ങനെ എന്തൊക്കെയായിരുന്നു തോന്നുന്നു. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. എനിവേസ് ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 identical spherical cells, each of mass m and radius r are placed as shown in figure. ഓക്കെ, ഇങ്ങനെ ഫിഗർ തന്നിട്ടുണ്ട്. കൺസിഡർ an axis x dash which is touching the 2 shells and passing through the diameter of the third shell. Moment of inertia of the system consisting of 3 spherical shells about x dash axes. സിമ്പിൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. x dash പറഞ്ഞ ആക്സിസിലൂടെ പോവാണ്. 3 ബോൾസ് ഉണ്ട്, ശരിയാണല്ലോ. നമ്മളോട് ചോദിച്ചത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഷെല്ല് എന്ന് പറഞ്ഞാൽ ഹോളോ ആണ്. അപ്പം തന്നെ നിങ്ങൾ കത്തണം, ഇത് 2/3 mr² വെച്ചുള്ള കളിയാണ്. ഇത്രയും കാര്യം അപ്പം തന്നെ കത്തണം. കിട്ടിയോ? ഇനി ആദ്യത്തെ ഷെല്ലിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ 3 ഷെല്ലുണ്ട്. സോ I is equal to I1 plus I2 plus I3. ഇവിടെ ഇത് I1, ഇത് I2, I3 അങ്ങനെ എടുക്കാം. അപ്പോൾ I1 എത്രയാണ്? 2/3 mr². ഇനി നമുക്ക് I2 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ I2 എന്ന് പറയുന്നത് എത്ര? ആ സ്ഫിയറിൻ്റെ ഒരു എഡ്ജിലൂടെയാണ്. അതാണ് 2 സ്ഫിയറിനും. അപ്പോൾ 2 സ്ഫിയറിനും അത് ഈക്വലാണ്, ശരിയാണല്ലോ, ഈക്വലാണ്. നമുക്ക് ഏത് തിയർ അവിടെ യൂസ് ചെയ്യാൻ പറ്റുക നോക്കിയടാ. നമുക്ക് കാണേണ്ടത് ഇതിലൂടെയുള്ള എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ്. നമുക്ക് സെൻറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അറിയാം 2/3 mr². ഏതാ യൂസ് ചെയ്യുക? വി ക്യാൻ യൂസ് ദി പാരലൽ ആക്സിസ് തിയറം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് I2 is equal to I3 is equal to this is equal to 2/3 mr². അതാണ് നടുക്കൂടെ ഉള്ളത് പ്ലസ് mr². അടുത്ത mr² എത്ര? mx² അല്ലേ. ആ എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. സോ ദിസ് ഇസ് 2/3 mr² പ്ലസ് mr². സോ ദിസ് ഇസ് ഈക്വൽ ടു 2 plus 3/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5/3 mr². നിങ്ങൾ ചെയ്യില്ലേ? ദാറ്റ് ഈസ് 5/3 mr². യെസ്, പാരലൽ ആക്സിസ് തിയറമാണ്, ശരിയാടാ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 mr². സോ ദിസ് ഇസ് 5/3 mr² പ്ലസ് 5/3 mr². സോ ദിസ് ഇസ് ഈക്വൽ ടു 2/3 mr² പ്ലസ് 2 times 5/3 mr². So this is 10 plus 2 or this is 12/3 mr² which is equal to 4 mr². കിട്ടിയോടാ. So this is equal to 4 mr². And what is 4 mr²? Option B. So option B is the right answer. ആരാടാ ബി ആദ്യം പറഞ്ഞേ?
ഗീതൂസ് ആണ്. ഓക്കെ, ഗീതുവിനെ ഒന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. ഷീ ഈസ് ഡൂയിങ് ഓൾ ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷീ സെഡ് ദി ആൻസർ. ഗ്രേറ്റ് തിങ്. സോ ദ ആൻസർ ഇസ് ബി ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. ഓക്കെ, എടാ മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റൊട്ടേഷണൽ മോഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാലം കാണാപ്പാടാൻ പഠിച്ച ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഇനിയെങ്കിലും നിങ്ങൾ പറയടാ, ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണാപ്പാടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കാണാതെയാണോ പഠിക്കുന്നത്, അതോ നിങ്ങൾക്ക് ഇപ്പോൾ കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു കൺസെപ്റ്റ്, അതായത് എന്താണ് നടക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ ദിസ് ക്ലാസ് വാസ് എ സക്സസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്കൊരു 2 hours വി ഹാവ് ലിമിറ്റേഷൻ. എനിക്ക് പറ്റുന്ന മാക്സിമം ആ ഒരു കൺസ്ട്രക്റ്റഡ് ടൈമിൽ തിയറി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വെറൈറ്റീസാണ് ചെയ്യുന്നത് അല്ലേ, ഒന്നിനോടും ബന്ധമില്ലാണ്ട് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത ഏറ്റവും റിലവൻ്റായി തോന്നിയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിവേസ്, ഓക്കെ, പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 4 identical thin rods, each of mass m and length L form a square frame. ഓക്കെ, അപ്പോൾ 4 ഐഡൻറ്റിക്കൽ റോഡ് ഉണ്ട്. ഇത് 4 സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ഫ്രെയിം ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫ്രെയിം എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദ സെൻറ്റർ ഓഫ് സ്ക്വയർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ ഒരു ഫ്രെയിമിൻ്റെ നടുക്കൂടെ ഒരു ഇതെടുക്കുകയാണ്. ഓക്കെ, ഒരു ആക്സിസ് എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? നമുക്കറിയാം ഒന്നിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു ml²/12 ആണ്. കിട്ടിയാണല്ലോ. ഓക്കെ, ml²/12 ആണ്. അതെന്താണ്? ഇതിൻ്റെ നടുക്കൂടെ ഉള്ളതാണ്. നമുക്കറിയേണ്ടത് എന്താ? ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നുള്ളതാണ് അറിയേണ്ടത്. ആൻഡ് വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ഇത് മൊത്തത്തിൽ L ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാടാ? ദിസ് ഇസ് L/2. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഡിസ്റ്റൻസ് L/2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ മറ്റേ പാരലൽ ആക്സിസ് തിയറം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന I' ഇസ് ഈക്വൽ ടു ml²/12 പ്ലസ് md² അല്ലേ. ആ d എത്രയാ? d എന്ന് പറയുന്നത് ml/2 സോ ദിസ് ഇസ് ml²/12 പ്ലസ് ml²/4. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതെത്രയാണ് നോക്കിയേ. സോ 12 4 ആകുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എസ് LCM ഇസ് 12 അല്ലേ. സോ ml² പ്ലസ് 3ml²/12. സോ ദിസ് ഇസ് 4ml²/12 എന്ന് പറയുമ്പോൾ ml²/3 കേട്ടോ. അധികം എഴുതാത്ത എന്താ വെച്ചാൽ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെ തീർക്കാനുണ്ട്. സോ ദാറ്റ് ഇസ് ml²/3. അപ്പോൾ ഇത് ഒരു റോഡിൻ്റെയാണ്, ശരിയാണല്ലോ. ഇത് ഒരു റോഡിൻ്റെയാണ്, ഒരൊറ്റ റോഡിൻ്റെയാണ്. നമുക്ക് ഇങ്ങനത്തെ 1 2 3 4 റോഡുണ്ട്. സോ ടോട്ടൽ ഈസ് 4 into ml²/3. So that is equal to 4ml²/3. So that is 4ml²/3. So that is the right answer for it. Okay ആണല്ലോ, കത്തിയല്ലോ, great. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? Point masses m1 and m2 are placed at the opposite ends of a rigid rod of length L and negligible mass. ഓക്കെ, അപ്പോൾ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു എന്താണ് റോഡുണ്ട്, അതിന് 2 സൈഡിലും ഓരോ മാസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ω0 പറഞ്ഞ ഇതിൽ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ കറക്കി തുടങ്ങാണ്. ഓക്കെ ആണല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏത് പോയിന്റിൽ വെച്ചാൽ, അതായത് നമ്മൾ P പറഞ്ഞ അതായത് ഇതിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏത് പൊസിഷനിൽ വെച്ച് കറക്കുമ്പോഴാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ആംഗുലാർ വെലോസിറ്റി ആയിട്ടുള്ള ω0 മിനിമം വരുന്നതെന്നാണ് ചോദിച്ചത്. അതായത് ഏതിൽ കറക്കുമ്പോഴാണ് ഏറ്റവും മിനിമം ആംഗുലാർ വെലോസിറ്റിയിൽ നിനക്ക് ഇവനെ കറക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട് ആ ഒരു ഡിസ്റ്റൻസ്, അതായത് m1 എന്ന് പറഞ്ഞ ആ ഒരു മാസ് എന്നുള്ള ഈ ഒരു കറങ്ങുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് x എന്നും മറ്റേതിന് മൊത്തം ഡിസ്റ്റൻസ് L ആയതുകൊണ്ട് L-x എന്നും എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളിത് കറക്കിയതിന് കൈനറ്റിക് എനർജി കൂട്ടാണ്. അതിൻ്റെ വർക്ക് ഡൺ W എന്ന് പറയുന്നത് എത്രയാടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ω02. കിട്ടിയോടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ω02. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ I ഇൻറ്റു ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനകത്ത് 2 ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ കാണിക്കുന്ന ω0 കാണുന്ന സമയത്ത് ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ പോയിന്റ് അക്രോസ് ആയിട്ടുള്ള ഇതെത്രയാ? m1x² കിട്ടിയോ? ആ ഒരു ലൈനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്ര? m1x² പ്ലസ് രണ്ടാമത്തെ മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാ? m2 × L-x² ഇൻറ്റു ω0.
So m1 square plus m2 into L minus x the whole square into omega 0. കിട്ടിയോടാ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വർക്ക് ഡൺ മിനിമം ആവണം. ഓക്കെ, ഈ വർക്ക് ഡൺ എന്തായിരിക്കണം? ഈ വർക്ക് ഡൺ മിനിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ മിനിമം ആവണമെങ്കിൽ എന്തായിരിക്കണം? dw/dx 0 ആയിരിക്കണം. വർക്ക് ഡൺ മിനിമം ആണെങ്കിൽ വേറെ ഒന്നുമില്ല, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? അത് 0 ആയാൽ മതി. അതാണ് നിങ്ങളിപ്പോൾ 12th കഴിഞ്ഞവരായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. യു സ്റ്റഡി ഇൻ ഡിഫറൻഷ്യൽസ് ദാറ്റ് എ ഫംഗ്ഷൻ ഗെറ്റ് ഇറ്റ്സ് മാക്സിമം വാല്യൂ വെൻ ഇറ്റ്സ് ഡിഫറൻഷ്യൽ ഇസ് 0. അതറിയില്ലെങ്കിൽ മാത്സ് പഠിക്കാം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു m1x കൊണ്ട് ഡെറിവേറ്റീവ് 2m1x പ്ലസ് m2xൻ്റെ 2m2 ഇൻറ്റു L minus x into L minus x ൻ്റെ ഡെറിവേറ്റീവ് minus x minus 1. ഓക്കെ, ഇൻറ്റു -1 ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഹാഫ് അങ്ങോട്ട് പോയി 0 ആയി. അപ്പോൾ എന്ത് കിട്ടി? ഇതിന്ന് 2 പുറത്തേക്ക് എടുക്കാം അല്ലേ? 2 പുറത്തേക്ക് എടുത്താൽ 2 പോവും. അപ്പോൾ എന്താ? 2/2 ഇൻറ്റു m1x പ്ലസ് m2l മൈനസ് m2x. അല്ല, ഇവിടെ എന്താ വരിക? വെയിറ്റ്, ഇവിടെ എന്താ വരിക? ഇവിടെ -1 ഇല്ലേടാ. അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് ആക്കുകയാണേ. അപ്പോൾ എന്ത് പറ്റി? -m2l പ്ലസ് m2x ഈസി ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ 2/2 പോയി, ഒമേഗ 0 സ്ക്വയർ ഒക്കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 0 ആയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? m1x പ്ലസ് m2x മൈനസ് m2l അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു m2l. അഥവാ x ഇൻറ്റു m1 പ്ലസ് m2 എന്ന് പറയുന്നതാണ് m2l. അഥവാ x ഇസ് ഈക്വൽ ടു m2l divided by m1 plus m2. x is equal to m2l divided by m1 plus m2. കിട്ടിയോടാ? So that is the answer. And what is it? m2l divided by m1 plus m2. B is the right answer. B ആദ്യം പറഞ്ഞത് ഫസ്റ്റിനെയാണ്. ഫസ്റ്റിനെ congrats for that. Okay, so this is 11:40 now അല്ലേ? നമുക്കൊരു 5 മിനിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എടാ, എൻ്റെ കയ്യിൽ ആക്ച്വലി 3 ക്വസ്റ്റ്യൻ കൂടെ സ്റ്റോക്ക് ഉണ്ട്. 3 ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ എന്നോട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സമയമൊന്നും നോക്കില്ല. 3 ക്വസ്റ്റ്യൻ മാക്സിമം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 വരില്ല, 10 മിനിറ്റ്സ് കൊണ്ട് ഞാൻ തീർത്തു തരാം. ഞാൻ ആ 3 ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. 3 ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ഉറപ്പുള്ള ഒരു ഹാൻഡ്സ് അപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം യൂഷ്വലി കോംബി റൂംസ് ഇസ് ഫോർ 1 hour. അത് 1.1 1:45 for the first time it's 2 hours now, but I have to complete this chapter and this chapter is so important for you guys. Okay, പോട്ടെ. ശ്രദ്ധിച്ചേ, എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? എ റോഡ് PQ ഓഫ് മാസ് m ആൻഡ് ലെങ്ത് L ഈസ് ഹിഞ്ച്ഡ് അറ്റ് P. ഓക്കെ, അപ്പോൾ ഒരു റോഡ് PQ ഉണ്ട്. ഇതിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ കെട്ടിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ദ റോഡ് ഈസ് കെപ്റ്റ് ഹൊറിസോണ്ടൽ ബൈ എ മാസ്ലർ സ്ട്രിങ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ താഴത്തേക്ക് പോകും. ഇത് താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു സ്ട്രിങ് കെട്ടിയുടെ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ സ്ട്രിങ്. ഓക്കെ ആണല്ലോ? ക്യൂവിൽ കെട്ടിവെച്ചു. ഇവർ പറയുന്ന കാര്യം എന്താ അറിയോ? ഞാനിപ്പോൾ ഈ സ്ട്രിങ് അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ഈ പെന്നിങ് ഈ ഒരു റോഡ് ഇങ്ങനെ താഴത്തേക്ക് വീഴും. അങ്ങനെ താഴത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഇനീഷ്യൽ ആംഗുലർ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. ആ താഴത്തേക്ക് വീഴാൻ പോകുന്നതിന് മുന്നേ ഉള്ള വാട്ട് ഈസ് ദ ഇനീഷ്യൽ ആംഗുലർ ആക്സിലറേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേ വിൽ ബി ഹാവിങ് ഇനീഷ്യൽ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ഓക്കെ ആണല്ലോ? അപ്പോൾ അതൊന്ന് ഞാൻ എന്താക്കി തരാം. സോ അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് mg. കിട്ടിയോ? താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത് mg ആണ്. അത് L/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ശരിയാണല്ലോ? mg ഫോഴ്സാണ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നത്. ആ mg കാരണമാണ് താഴത്തേക്ക് പോകുന്നതും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ mg പറഞ്ഞ ഫോഴ്സ് L/2 ഡിസ്റ്റൻസ് നിന്ന് മാറി നമ്മുടെ ആ ഒരു ആക്സിസ് ആണ്, അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. കത്തിയോ? ഫൈൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ടോസ് ഈക്വൽ ടു? ടോസ് എന്ന് പറഞ്ഞാൽ I alpha. ഡൗട്ടൊന്നുമില്ലല്ലോ. ആൻഡ് വാട്ട് ഇസ് ദിസ് ഇസ് എ റോഡ്. സോ ദിസ് ഇസ് ml²/3. അതായത് ഒരു ആക്സിസിന് അക്രോസ് ആയിട്ടുള്ള അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ml²/3 ആണ് ഇൻറ്റു ആൽഫ. അവിടെ നിൽക്കട്ടെ. പ്ലസ് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? R×F. അതിലിവിടെ R എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ആദ്യം ഫോഴ്സ് എത്രയാണ്? ഇവിടുത്തെ ഫോഴ്സ് അതിൻ്റെ വെയിറ്റ് ആണ്, അതായത് mg ആണ്. കിട്ടിയോടെ? ഇവിടുത്തെ അതിൻ്റെ ഫോഴ്സ് എത്രയാണ്? ഇറ്റ്സ് എ വെയിറ്റ് ഇൻറ്റു വാട്ട് ഇസ് എ ഡിസ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ എന്ത് ആക്സസ്. അതിന്ന് L/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്തുള്ളത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. So this is L/2. So mg into L/2. So നമുക്കറിയാം, ഇപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ടോ ഇസ് ഈക്വൽ ടു ml²/3 ഇൻറ്റു ആൽഫ. ടോ ഇസ് ഈക്വൽ ടു mg L/2. ഇത് ഇക്വേറ്റ് ചെയ്തേ. ml²/3 ഇൻറ്റു ആൽഫ ഇസ് ഈക്വൽ ടു
mg into L by 2. M വെട്ടിപ്പോയി. So what you get? Okay, what you get? So ഇവിടെ എന്ത് കിട്ടും? അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു മോൾക്ക് വരുമ്പോൾ 3gl by L വെട്ടിപ്പോയി 3g by 2L. ഈ L ഇങ്ങോട്ട് വരും. So 3g by 2L. So what is the answer? Answer is 3g by 2L. Answer is C. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് പേര് സോൾവ് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സി ആരാ പറഞ്ഞ ആദ്യം? ഗീതു ആണ് പറഞ്ഞത്. ഗീതു, കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്തത്, ഐ ഡോണ്ട് കെയർ ഇറ്റ് എനിമോർ. ഇനി തൊട്ട് നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തടാ നമ്മൾ ഈ രീതിയിൽ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Questions is getting a little more tougher. So what is this question? Let's see. A circular disk of moment of inertia I1 IT is rotating in a horizontal plane. Okay, ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എറൗണ്ട് സിമെട്രിക്കൽ ആക്സസ്. അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ? വിത്ത് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഐ ടി ആണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഒമേഗ ഐ ആണ്. ഇനി എന്താ ചെയ്യുന്നത്? അനദർ ഡിസ്ക് നമ്മൾ വേറൊരു ഡിസ്ക് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ഡിസ്ക് കൂടെ വന്നു. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വേറൊരു ഡിസ്ക് കൂടെ വന്നു. ഓക്കെ, മുകളിൽ വേറൊരു ഡിസ്ക് കൂടെ വന്നു. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഐ ബി. അപ്പോൾ അതും കൂടെ വീണെങ്കിൽ എന്ത് പറ്റും? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുകൂടെ ഇട്ട് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കറങ്ങും. ശരിയാണല്ലോ. ഇപ്പോൾ രണ്ട് ഡിസ്കും ഒരുമിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുകയാണെങ്കിൽ രണ്ടാമത്തേൻ്റെ എന്താണ് ഇത്? ഓക്കെ, രണ്ടാമത്തേൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് ഐ ബി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇവൻ എന്തില്ല, ഒരു ആംഗുലാർ സ്പീഡില്ല. കാരണം നമ്മൾ ഇടുകയല്ലേ. ഇട്ട് കഴിഞ്ഞ് ഈ താഴത്ത് കറങ്ങുന്നവൻ്റെ എനർജിയുടെ ഒരു ഭാഗം എടുക്കും. അതായത് ഇവൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവൻ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനീഷ്യലി സെക്കൻഡ് ഡിസ്കിന് ആംഗുലാർ സ്പീഡ് ഇല്ല, എന്നിട്ട് ഇത് എടുക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി എനർജി ലോസ്റ്റ് ബൈ ഇനീഷ്യൽ റൊട്ടേറ്റിംഗ് ഡിസ്ക്? അപ്പോൾ മുകളിലത്തെ ആൾ കറങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ ഒരു ഭാഗം എനർജി മുകളിലോന് കിട്ടുന്നുണ്ട്. ചോദ്യം ഇതാണ്, താഴെയുള്ളവൻ്റെ എത്ര എനർജിയാണ് മുകളിൽ കിട്ടിയത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദി എനർജി? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ കേസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അതായത് നമ്മൾ ജസ്റ്റ് ഇടണം, ആ സിസ്റ്റത്തിനെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. സോ എൽ ഐ ഈസ് ഈക്വൽ ടു എൽ എഫ്. ഡൗട്ടൊന്നുമില്ല. ആദ്യത്തെ മൊമെൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എത്രയാണോ അത് തന്നെ ആയിരിക്കും അവസാനവും. ഓക്കെ ആണ്, ആൻസേഴ്സ് വരുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ദി കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് എൽ ഐ? എൽ ഐ എന്ന് പറഞ്ഞാൽ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. സോ ദിസ് ഇസ് ഐ വലുത്, ഇതേതാ ഐ ടി. ഐ ടി ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഐ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഫൈനൽ? ഫൈനൽ എന്ന് പറയുമ്പോൾ രണ്ട് ഡിസ്ക് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഐ ടി പ്ലസ് ഐ ബി ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ? ഫൈനൽ ഒമേഗ എഫ് കിട്ടിയോടാ, ദാറ്റ് ഈസ് ഒമേഗ എഫ്. അപ്പോൾ ഇതിന്ന് ഒമേഗ എഫിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഒമേഗ എഫ് ഈസ് ഈക്വൽ ടു ഐ ടി ഇൻറ്റു ഒമേഗ ഐ ബൈ ഐ ടി പ്ലസ് ഐ ബി. This is equation number 1. So IT into omega I by IT plus IB. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം, what is the initial energy? What is the initial energy? Initial energy EI is equal to, ശ്രദ്ധിച്ചേ, ആദ്യം ഒരൊറ്റ ഒബ്ജക്റ്റേ ഉള്ളൂ, ഹാഫ് ഐ. ആദ്യമുള്ളത് വലുത്, അതിൻ്റെ ഇനീഷ്യ ഐ ടി ഇൻറ്റു ഒമേഗ ഐ സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അടുത്തത് എന്താണ്? ഫൈനൽ എനർജി. അതായത് ആദ്യം ഒരു എനർജി ഉണ്ട്, പിന്നെ ഒരു എനർജി ഉണ്ട്. വാട്ട് ഈസ് ദ ഫൈനൽ എനർജി? Final energy is equal to EF is equal to half into, ഇപ്പോൾ ഐ ടിയും ഉണ്ട് ഐ ബിയും ഉണ്ട്. ശരിയാണല്ലോ. താഴത്തെ ഡിസ്കും ഉണ്ട്, മുകളിലത്തെ ഡിസ്കും ഉണ്ട്. അപ്പോൾ രണ്ട് ഡിസ്കും ഒരുമിച്ച് കറങ്ങുന്നുണ്ട്. രണ്ടെണ്ണത്തിനെയും കൊണ്ട് ആംഗുലോ മറ്റേ എന്താ പറയുക മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഒരുമിച്ച് വേണം എടുക്കാൻ. ഇൻറ്റു ഒമേഗ എഫ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 1 എടുത്തിട്ട് 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വാട്ട് ഈസ് ഇ എഫ് ഇസ് ഈക്വൽ ടു, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇക്വേഷൻ നമ്പർ മാറിപ്പോയതാണ്. ഈ ഒമേഗ എഫ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇ എഫ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ടി പ്ലസ് ഐ ബി ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ എഫ്? ഒമേഗ ഓഫ് ഐ ടി ഇൻറ്റു ഒമേഗ ഐ
divided by IT plus IB. കിട്ടിയോടാ IT plus IB whole square. കാരണം ഒമേഗ എഫ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു IT plus IB. ഇവിടെ IT plus IB ഹോൾ സ്ക്വയർ അല്ലേ? ഇതിന് ഹോൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്ക്വയർ വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? IT സ്ക്വയർ ഇൻറ്റു ഒമേഗ ഐ സ്ക്വയർ ബൈ IT plus IB. So that is EF. That is EF. കിട്ടിയല്ലോ. ദാറ്റ് ഈസ് EF. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദി ലോസ് ഓഫ് എനർജി. എത്ര എനർജി ലോസ് ആയിട്ടുണ്ട്? വാട്ട് ഈസ് ദി ലോസ് ഓഫ് എനർജി? കിട്ടിയോടാ. അപ്പോൾ എത്ര എനർജി ലോസ് ആയിട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താ? വേറെ ഒന്നുമില്ല, EF മൈനസ് EI. സോ ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി ലോസ്റ്റ്. ശരിയാണല്ലോ. EF minus EI, that is the amount of energy lost. EF minus EI is the amount of energy lost. So what is the final? Okay, what is that is initial minus final. Sorry. അതായത് ആദ്യം ഇതിന് ഒറ്റയ്ക്ക് കറങ്ങായിരുന്നു, അതാണ് കൂടുതൽ എനർജി. പിന്നെ താഴെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് കറങ്ങുന്നതുകൊണ്ട് എനർജി കുറയും. അപ്പോൾ EI മൈനസ് EF. ഓക്കെ ആണല്ലോ. വാട്ട് ഇസ് EI? EI എത്രയാ? ഹാഫ് IT ഒമേഗ ഐ സ്ക്വയർ മൈനസ് ഹാഫ്, ഇവിടെ കിട്ടിയല്ലോ. ഇവിടെ എത്ര കിട്ടിയേ? ഹാഫ് IT സ്ക്വയർ ഒമേഗ ഐ സ്ക്വയർ ബൈ IT പ്ലസ് IB. കിട്ടിയോ? IT പ്ലസ് IB. ഇനി എന്ത് ചെയ്യുക? ഇതിനകത്ത് ഹാഫ് ഒമേഗ ഐ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ IT മൈനസ് IT സ്ക്വയർ ബൈ IT പ്ലസ് IB എന്നാവും. IT മൈനസ് IT സ്ക്വയർ ബൈ IT പ്ലസ് IB. ഓക്കെ ആണല്ലോ. ജസ്റ്റ് എന്ത് ചെയ്യാം? ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. IT സ്ക്വയർ പ്ലസ് IB IT മൈനസ് IT സ്ക്വയർ ബൈ IT പ്ലസ് IB. ഓക്കെ ആണല്ലോ. IT സ്ക്വയറും വെട്ടിപ്പോയി. സോ ദിസ് ഇസ് ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഇൻറ്റു IB IT ബൈ IT പ്ലസ് IB. ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഇൻറ്റു IB പ്ലസ് IT ബൈ IT പ്ലസ് IB. സോ വാട്ട് ഈസ് ദാറ്റ് ഓപ്ഷൻ? ഹാഫ് IB IT ബൈ IT പ്ലസ് IB ഇൻറ്റു ഒമേഗ ഐ സ്ക്വയർ. ദ ആൻസർ ഇസ് D. എല്ലാവരും D പറയുന്നുണ്ട്. ഹൂസ് എറ്റ് ഫസ്റ്റ്? ഡോക്ടർ സോനു തോമസ് എറ്റ് ഫസ്റ്റ്. ഓക്കെ. ടൈം ഇസ് 11:50 now അല്ലേ? ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ മക്കളെ. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. വേറൊന്നുമില്ല, അന്നതോടെ പറയാം. ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് വിത്ത് ദിസ്. എന്താണ്? വേറൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഉത്തരം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുതരാം. എന്താ അവിടെ ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാണ്? നേരെ മുകളിലേക്ക് ഉന്തി വിടുകയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ V പറഞ്ഞ വെലോസിറ്റിയിൽ ഉന്തി വിടുകയാണ്. ഇത് 3V സ്ക്വയർ ബൈ 4G പറഞ്ഞ ഹൈറ്റിലേക്ക് എത്തുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദ്യം. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മുകളിലേക്ക് എത്തുമ്പോൾ ഇതിന് കിട്ടുന്ന ടോട്ടൽ എനർജി mgh ആണ്. ശരിയാണല്ലോ. മുകളിലെത്തുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് mgh. അതിന് കാരണം രണ്ടാൾക്കാരാണ്. ഒന്നാമത്തത് അതിൻ്റെ വെലോസിറ്റി, രണ്ടാമത്തത് അതിൻ്റെ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് I. നമുക്ക് V ഈക്വൽ ടു R ഒമേഗ വെച്ചിട്ടാണെങ്കിൽ ദിസ് ഇസ് V by R the whole square. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് V by R the whole square. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഓക്കെ mgh. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ നമുക്ക് എന്താ കിട്ടിയേ? വൃത്തിയൊക്കെ എഴുതിയേ. ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് I V സ്ക്വയർ ബൈ R സ്ക്വയർ ഇസ് ഈക്വൽ ടു mg ഇൻറ്റു വാട്ട് ഇസ് h? h എത്രയാടാ? h ഈസ് 3V സ്ക്വയർ ബൈ 4G. കിട്ടിയോ? അപ്പം ഇന്ന് ജിയും വെട്ടിപ്പോയി. സോ ഹാഫ് I V സ്ക്വയർ ബൈ R സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വന്നേ? ഇപ്പം എന്താ വന്നേ? സോ ജി ആണ് വെട്ടിപ്പോയത്. സോ ദിസ് ഇസ് 3mv സ്ക്വയർ മൈനസ് ഹാഫ് mv സ്ക്വയർ. ഓക്കെ ആണല്ലോ. 3/4 mv സ്ക്വയർ മൈനസ് ഹാഫ് mv സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് കിട്ടി? സോ ദിസ് ഇസ് 1/4 mv സ്ക്വയർ കേട്ടോ. 3/4 1/2 പോയാൽ മുക്കാലിൽ നിന്ന് അര പോയാൽ കാല്. സോ ദാറ്റ് ഈസ് ഹാഫ് I V സ്ക്വയർ ബൈ R സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാഫ് I V സ്ക്വയർ ബൈ R സ്ക്വയർ പറഞ്ഞടാ. ദിസ് ഇസ് ഹാഫ് mv സ്ക്വയർ. സോ ദിസ് ഇസ് 1/2 ഇൻറ്റു ഹാഫ് mv സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വാട്ട് ഡിഡ് യു ഗെറ്റ്? സോ ഹാഫ് I ഇൻറ്റു V സ്ക്വയർ ബൈ R സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 mv സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റി? വാട്ട് ഈസ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഫ്രം ദിസ്? ഇതിന് എന്ത് കിട്ടാം? ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു
I into v square by r square എന്ന് പറയുന്നത് ഓക്കെ v square by r square is equal to half m in this is half into half mv square ആണ്. ഓക്കെ സോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ഇതിൽ നിന്ന് കിട്ടുന്ന i is equal to half m bar square എന്ന് പറയുന്നൊരു ഫോർമുലയാണ്. ഓക്കെ i is equal to half m bar square. സോ ദിസ് is nothing but half m bar square ഉള്ള ആർക്കാടാ ഡിസ്കിനാണ് കേട്ടോ. സോ ദിസ് is disk. So this is essentially a disk. Okay ആണല്ലോ, കിട്ടിയല്ലോ, great. Okay okay so അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഇവിടെ, ജസ്റ്റ് ക്ലിയർ ഇറ്റ് ഔട്ട്. ഇവിടെ വന്ന കാര്യം എന്തായാലും നമുക്കിവിടെ കിട്ടിയ എന്താ, ഹാഫ് ഐ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 എം വി സ്ക്വയർ. അപ്പോൾ ഇതിൽ വി സ്ക്വയറും വെട്ടാം. ദിസ് ഇസ് 2. അപ്പോൾ ഐ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 എം. ശരിയാണല്ലോ. ഓർ ഐ ഇസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ. അതായത് ഐ ഇസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ. ഹാഫ് എം ആർ സ്ക്വയർ ഉള്ളത് ഏതിനാണ്? ഹാഫ് എം ആർ സ്ക്വയർ ഉള്ളത് ഡിസ്കിനാണ്. സോറി, ലാസ്റ്റിലേക്ക് ആയപ്പോൾ ജസ്റ്റ് ഗോഡ് ഔട്ട് ഓഫ് ഹാൻഡ്. അപ്പോൾ പെട്ടെന്നും ഒരു കത്തിയില്ല, അതാണ് ആക്സെപ്റ്റിംഗ്. സോ ഐ ഇസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ. അപ്പോൾ എം ആർ സ്ക്വയർ വരുന്ന ഏതിനാണ്? ഡിസ്കിനാണ്. ആൻഡ് ദാറ്റ് ഇസ് ദി ആൻസർ. ഓക്കെ, സോ ഹാഫ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. സോ താങ്ക് യു ഗൈസ്. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. എല്ലാവർക്കും മനസ്സിലായി. 44 പേര് കാണുന്നുണ്ട്. കാണുന്നവരൊരു ജസ്റ്റ് സേ വെദർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. നമ്മൾ തട്ടിമുട്ടി ഒരു 2 മണിക്കൂർ കൊണ്ട് കഷ്ടി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് മൊത്തം എടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ്ഡ് ദിസ് സെഷൻ ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ഹാവിങ് മീ ഹിയർ. See you guys some other time soon. ഇനിയിപ്പോൾ വീണ്ടും you will be having compy classes. We'll be joining soon again. Okay, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. So I hope everyone understood this. Right? So good night everyone and thank you for having me here. See you in the next class. Tata.